Good morning all. Good morning, sir. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, സബ്ജക്റ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അതിൽ നമ്പർ സിസ്റ്റം ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഓവർവ്യൂ പറയാം. നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കവർ ചെയ്യാനുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓഡിയബിൾ ആണല്ലോ അല്ലേ? Yes, sir. നിങ്ങൾ ചാറ്റ് ബോക്സ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഒരു മീഡിയ ഉള്ളൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ തന്നെ എവിടെ പോസ്റ്റ് ചെയ്യാം? ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യാം, CLR അടിക്കാം. അപ്പം നമ്മളൊരു സ്ലൈഡിൽ നിന്ന് അടുത്തൊരു സ്ലൈഡിലോട്ട് പോകുമ്പം ചിലപ്പം ഞാൻ അല്പം സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവും, നിങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ W ടൈപ്പ് ചെയ്യാം, W ഫോർ വെയിറ്റ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കും കോപ്പി ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കും. നിങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C എന്ന് ടൈപ്പ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ചോദിക്കുന്നത് ചാറ്റ് ബോക്സിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പോകും. എന്തായാലും ഡൗട്ട്സ്, ഏത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ചാറ്റ് ബോക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫേസ് ടു ഫേസ് കോണ്ടാക്ട് നമുക്കില്ല, ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സാധാരണ ക്ലാസ് റൂംസിൽ നമ്മൾ ഫേസ് ഒബ്സർവ് ചെയ്യാണ് ചെയ്യാറ്. ഇവിടെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ചാറ്റ് ബോക്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചാറ്റ് ബോക്സ് വിജിലൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും തന്നെ, ഫാക്കൽറ്റീസ് എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അപ്പം ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ മറക്കരുത്. ഒട്ടും തന്നെ രക്ഷയില്ലെങ്കിൽ ചാറ്റ് ബോക്സ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സാറ് ഒബ്സർവ് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. ഓക്കെ ആണോ? ഇത്രയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് റൂമിൽ സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ ആണോ? അപ്പം നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽ കാര്യമാണ് നമ്പർ സിസ്റ്റം. Second one, Boolean algebra. And logic gates. Boolean algebra and logic gates. നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരു ബേസിൽ നിന്ന് വേറൊരു ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദ്യങ്ങൾ ചോദിക്കാം. ബേസ് ടു ബേസ് കൺവേർഷൻ. സെയിം ബേസിൽ അഡീഷൻ ചോദിക്കാം. അഡീഷൻ in a particular base 2, base 3, base 4, etc. additions ചോദിക്കാം. Then unknown base ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു ഇക്വേഷൻ തരും, ഒരു ഈക്വാലിറ്റി തരും, അതിൽ ബേസ് അൺനോൺ ആയിരിക്കും. ആ ബേസ് ഏതാണെന്ന് ചോദിക്കാം. 4 ഓപ്ഷൻസ് ഉണ്ടാവും. അത്രയാണ് അതിൽ നോർമലി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സെക്കൻഡ് ടോപ്പിക് ബൂളിയൻ ആൽജിബ്രയാണ്. ബൂളിയൻ ആൽജിബ്രയിൽ നമ്മൾ കുറച്ച് തിയറംസ് പഠിക്കും, കുറച്ച് പോസ്റ്റുലേറ്റ്സും കുറച്ച് തിയറംസും പഠിക്കും. അതിൽ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്ന് ഡ്യുവാലിറ്റി തിയറം ആണ്. ഡ്യുവാലിറ്റി തിയറം, ഡ്യുവാലിറ്റി തിയറം or duality principle. Second theorem, De Morgan's theorem. De Morgan's theorem. Third one, consensus theorem. Consensus theorem. അതാണ് മെയിനായിട്ട് ബൂളിയൻ ആൽജിബ്രയിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ ഈ മൂന്ന് തിയറത്തിൻ്റെയും അപ്ലിക്കേഷൻസ് ആണ്. ബൂളിയൻ ആൽജിബ്രയിൽ നമ്മൾ മെയിനായിട്ട് സിംപ്ലിഫിക്കേഷൻ ഓഫ് ബൂളിയൻ ആൽജിബ്രയാണ് ഡിസ്കസ് ചെയ്യുക. അതിൽ മൂന്ന് തിയറംസും നമ്മൾ യൂസ് ചെയ്യും. ആ മൂന്ന് തിയറംസും ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, അതായിരിക്കും നമ്മൾ ബൂളിയൻ ആൽജിബ്ര എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഇക്വേഷൻസും കുറച്ച് പോസ്റ്റ്ലേറ്റ്സും ഒക്കെ ഉണ്ടാവും. നമുക്കതിൻ്റെ കൂടെ അത് ഡിസ്കസ് ചെയ്യാം. ആ തിയറംസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ പേരാണ് മീൻ ആൻഡ് മാക്സ് ടേംസ്. മീൻ ആൻഡ് മാക്സ് ടേംസ്. ബൂളിയൻ ആൽജിബ്ര ആൻഡ് ലോജിക് ഗേറ്റ്സിലെ മീൻ ടേംസും മാക്സ് ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ക്ലിയർ ആണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അതിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ഉണ്ട്. അത് റെപ്രസെൻറ്റേഷൻ ഓഫ് എ നമ്പർ ആണ്. റെപ്രസെൻറ്റേഷൻ വിട്ടുപോയതാണ്, സോറി. റെപ്രസെൻറ്റേഷൻ ഓഫ് എ നമ്പർ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് എ നമ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3 റെപ്രസെൻറ്റേഷൻ ആണ്. ഒന്ന് സൈൻഡ് മാഗ്നിറ്റ്യൂഡ്, SM, സൈൻഡ് മാഗ്നിറ്റ്യൂഡ്. രണ്ടാമത്തത് വൺസ് കോംപ്ലിമെന്റ് representation and two's complement representation. Signed magnitude representation of a number, one's complement representation of a number, two's complement representation of a number. അത് പോസിറ്റീവ് നമ്പറിനും നെഗറ്റീവ് നമ്പറിനും എങ്ങനെ നമുക്ക് ഈ 3 മെത്തേഡ്സിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. റെപ്രസെൻറ്റേഷൻ ഓഫ് എ നമ്പർ സിസ്റ്റത്തിന് ഒന്നുകിൽ ബേസ്, അൺനോൺ ബേസ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ബേസസ്, അല്ലെങ്കിൽ അഡീഷൻ, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ നമ്പർ. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിനേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ആണോ? റൈറ്റ്. ദെൻ ബൂളിയൻ ആൽജിബ്രയിൽ നമ്മൾ 3 തിയറംസ് പറഞ്ഞു. ലോജിക് ഗേറ്റ്സ്, ബേസിക് ലോജിക് ഗേറ്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഇന്റർ കണക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു ലോജിക് സർക്യൂട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. എല്ലാ ഗേറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. നാൻഡ്, ആൻഡ്, നോർ, ഓർ, എക്സോർ, എക്സ്നോർ ആൻഡ് നോട്ട് ഗേറ്റ്സ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കൂടെ എക്സോറിൻ്റെയും എക്സ്നോറിൻ്റെയും സ്പെഷ്യൽ പ്രോപ്പർട്ടീസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. റൈറ്റ്. അതിൻ്റെ ബേസിലുള്ള പ്രോബ്ലംസും നമ്മൾ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യും. അതാണ് സെക്കൻഡ് ചാപ്റ്റർ. തേർഡ് വൺ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ്. തേർഡ് വൺ ഈസ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓഡിയോയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ക്ലിയർ അല്ലേ? റൈറ്റ്. ഓക്കെ. കോമ്പിനേഷണൽ സർക്യൂട്ട്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് മൾട്ടിപ്ലെക്സർ. സിംപ്ലി മക്സ് എന്ന് നമ്മൾ പറയും. മൾട്ടിപ്ലെക്സേഴ്സ്. റൈറ്റ്. നമ്പർ സിസ്റ്റത്തിനും ബൂളിയൻ ആൽജിബ്രയെന്നും ലോജിക് ഗേറ്റ്സിനും ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് എ ക്വസ്റ്റ്യൻ ഫ്രം മൾട്ടിപ്ലെക്സർ. ഓക്കെ ആണോ? അതിൽ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡീകോഡേഴ്സ്. മൾട്ടിപ്ലെക്സേഴ്സ് ആൻഡ് ഡീകോഡേഴ്സ്. ആ കോമ്പിനേഷണൽ സർക്യൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു ടൂൾ ഡിസ്കസ് ചെയ്യും. സിംപ്ലിഫിക്കേഷൻ ടൂൾ ഫോർ സിംപ്ലിഫിക്കേഷൻ.
ടൂൾ ഫോർ സിംപ്ലിഫിക്കേഷൻ. അതിൻ്റെ പേരാണ് കെ മാപ്പ്. കെ മാപ്പ്. ഇപ്പോൾ കെ മാപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുക. അപ്പം കോമ്പിനേഷനിൽ തൊട്ട് മുമ്പായിട്ട് നമ്മൾ സിംപ്ലിഫിക്കേഷൻ യൂസിങ് കെ മാപ്പും കൂടെ ഡിസ്കസ് ചെയ്യും. റൈറ്റ്. അതിൻ്റെ കൂടെ തന്നെ മക്സും ഡീകോഡേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തതിന് കുറച്ചധികം സർക്യൂട്ട്സ് ഉണ്ട്. അതായത് ആഡേഴ്സ് ഉണ്ട്, സബ്ട്രാക്ടേഴ്സ് ഉണ്ട്, BCD ആഡർ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, then BCD adder, then magnitude comparator. Magnitude comparator. അത്രയും കാര്യങ്ങൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, BCD ആഡർ, മാഗ്നിറ്റ്യൂഡ്, കമ്പാരേറ്റേഴ്സ്. പിന്നെ അതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ സർക്യൂട്ട്സ് നമ്മൾ അതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യും അണ്ടർ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. കോമ്പിനേഷണൽ സർക്യൂട്ട്സ് കഴിഞ്ഞാൽ ഫോർത്ത് ആയിട്ട് നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സീക്വൻഷ്യൽ സർക്യൂട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. റൈറ്റ്. നമ്പർ സിസ്റ്റം, ബൂളിയൻ ആൽജിബ്ര, കോമ്പിനേഷൻ സർക്യൂട്ട്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് ദർ വിൽ ബി ക്വസ്റ്റ്യൻ ഫ്രം സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. അതിൽ നമ്മൾ ഡിഫറെൻ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും, JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും, T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ പുതുതായിട്ട് കുറച്ച് ഫ്ലിപ്പ് ഫ്ലോപ്സ് ലെറ്റസ് XY ഫ്ലിപ്പ് ഫ്ലോപ്പ്, AB ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നിന്ന് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും അണ്ടർ ദ ടോപ്പിക് കൺവേർഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഫ്രം വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു another. ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിലോട്ട് പോകും. ദാറ്റ് ഈസ് കൗണ്ടേഴ്സ്. ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ് കൗണ്ടേഴ്സ് അണ്ടർ സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. കൗണ്ടേഴ്സിൽ നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് ടു ഐഡൻറ്റിഫൈ ദ മോഡുലസ് ഓഫ് ദ കൗണ്ടർ, ടു ഐഡൻറ്റിഫൈ ദ കൗണ്ടിങ് സീക്വൻസ്. ഏത് സീക്വൻസിലാണ് കൗണ്ട് ചെയ്യുന്നത് എന്ന 4 ഓപ്ഷൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു കൗണ്ടറിന്റെ ഡയഗ്രാം തന്നിട്ട് വാട്ട് വിൽ ബി ദ മോഡുലസ് ഓഫ് ദ കൗണ്ടർ എന്ന് ചോദിക്കാറുണ്ട്. മോഡുലസ് എന്ന് പറഞ്ഞാൽ കൗണ്ടറിന് എത്ര സ്റ്റേറ്റ് ഉണ്ടോ അതാണ് അതിന്റെ മോഡുലസ്. ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് എ കൗണ്ടർ ഈസ് കോൾഡ് മോഡുലസ്, നമ്പർ ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. കൗണ്ടേഴ്സിൽ 2 ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. അത് സിൻക്രണസ് കൗണ്ടർ ആൻഡ് അസിൻക്രണസ് കൗണ്ടർ ആണ്. രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. അസിൻക്രണസ് കൗണ്ടർ ആൻഡ് സിൻക്രണസ് കൗണ്ടർ. ആ ടോപ്പിക് ഫോർത്ത് ചാപ്റ്റർ നമ്മൾ ഡിസൈൻ ഓഫ് എ കൗണ്ടർ ഡിസ്കസ് ചെയ്തുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യും. ഡിസൈൻ ഓഫ് എ കൗണ്ടർ. ഒരു കൗണ്ടർ അതിന്റെ സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സാമ്പിൾ ഡിസൈൻ ചെയ്തുകൊണ്ട് അത് വൈൻഡ് അപ്പ് ചെയ്യും. റൈറ്റ്. പിന്നെ ചെറുതായിട്ട് മാറിയിട്ടുള്ള ടോപ്പിക് മെമ്മറി ഉണ്ട്. അത് സീക്വൻസ് സർക്യൂട്ട്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. മെമ്മറിയുടെ കുറച്ച് പ്രോബ്ലംസ്, ഡീകോഡിംഗ് ഓഫ് എ മെമ്മറി, നമ്പർ ഓഫ് ലൊക്കേഷൻസും അഡ്രസ് ലൈൻസും തമ്മിലുള്ള റിലേഷൻ, കപ്പാസിറ്റി ഓഫ് എ മെമ്മറി. ഒരു മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 1K മെമ്മറി അഡ്രസ് ചെയ്യാൻ എത്ര അഡ്രസ് ലൈൻസ് വേണ്ടി വരും? ഒരു 1K മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ABCD ആണെങ്കിൽ അതിന്റെ എൻഡിങ് അഡ്രസ് എന്തായിരിക്കും? ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് പല എക്സാമിനേഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളുടെ നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട്സിന്റെ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ആ പോർഷൻ വേണ്ട. ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ ആണോ? അപ്പം നമുക്കിത് ഓർഡറിൽ തന്നെ പോവാം. നമ്പർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ?
റൈറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ ആണോ? റൈറ്റ്. ഓക്കെ അല്ലേ? കംഫർട്ടബിൾ അല്ലേ? കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് പേര് മാത്രമേ റെസ്പോൺസ് വരുന്നുള്ളൂ. റെസ്പോൺസ് വളരെ കുറവാണ്. അറൗണ്ട് 20-21 കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. വളരെ കുറച്ച് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. So let us start with the number system. Number system. Number system. Number system. നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ബേസ് ഓഫ് എ നമ്പർ സിസ്റ്റം. ബേസ് ഓഫ് എ നമ്പർ സിസ്റ്റം. ബേസ് ഓഫ് എ നമ്പർ system. Base of a number system. What do you mean by base of a number system? Right? എന്താണ് ബേസ്? എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താ ബേസ്? വാട്ട് ഈസ് എ ബേസ്? നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഏതാണ്? ഡെസിമൽ സിസ്റ്റം ഉണ്ട് അല്ലെ? ഡെസിമലിന്റെ ബേസ് എത്രയാണ്? വാട്ട് ഈസ് എ ബേസ് ഓഫ് എ ഡെസിമൽ സിസ്റ്റം? എത്രയാണ്? 10 ആണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് 10 എന്ന് പറയാൻ കാര്യം? അതിൽ എത്ര സിമ്പിൾസ് ഉണ്ട്? എത്ര സിമ്പിൾസ് ഉണ്ട്? 10 സിമ്പിൾസ് ഉണ്ട് അല്ലേ? 0, 1, etc. up to 9. Right? So what is a base? Base is the number of symbols used in a system. Base is the number of symbols used in a system is called the base of that system. For example, decimal is 0 to 9. 10 symbols under. So we'll have a base of 10. Base 10. അതുകൂടാതെ നമുക്ക് വേറെ കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. ബൈനറി സിസ്റ്റം ഉണ്ട്. ബൈനറി. What do you mean by binary system? ബൈനറി സിസ്റ്റത്തിൽ ഏതൊക്കെ സിമ്പിൾസ് ഉണ്ടാവുക? 0 and 1 അല്ലേ? അപ്പോൾ അത് എത്രയായിരിക്കും ബേസ്? ബേസ് 2. So binary is a base 2 system. Base 3 ആവാം. Base 3 system will have 3 symbols, 0, 1 and 2. Base 4, 0, 1, 2, 3. Right? Base 16 ആണെങ്കിൽ നമ്മൾ hexadecimal system എന്ന് പറയും. Hexadecimal system. It will have a symbol 0, 1, etc. up to 9. അപ്പോൾ 10 symbols ആയി അല്ലേ? 10 symbols ആയി. Then 6 more symbols are required അല്ലേ? Base 16 എന്ന് പറഞ്ഞാൽ 16 symbols വേണം. 10 ആയിട്ടുള്ളൂ. So the remaining symbols are A, B, C, D, E and F. So 10 plus 1, 2, 3, 4, 5, 6. 10 plus 6. A total of 16 symbols. Similarly, base 12 ആണെങ്കിൽ ഏതൊക്കെയായിരിക്കും സിമ്പിൾ? ബേസ് 12 0 to 9 10 symbols ഉണ്ടാവും. പ്ലസ് 2 more symbols വേണം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. So let us say alpha and beta. So 10 plus 2, 12 symbols. So the number of symbols used in a system is called the base of a system. Right? അപ്പോൾ ഹയസ്റ്റ് സിമ്പിൾ എന്തായിരിക്കും കുട്ടികളെ? ഒരു സിസ്റ്റത്തിലുള്ള ഹയസ്റ്റ് സിമ്പിളിന്റെ ഡെസിമൽ ഈക്വലന്റ് എത്രയായിരിക്കും? ഹയസ്റ്റ് സിമ്പിൾ നിങ്ങൾ നോക്കിയ ബൈനറി ആണെങ്കിൽ ഹയസ്റ്റ് സിമ്പിൾ എന്താണ്? 1 ആണ് അല്ലെ? ഹയസ്റ്റ് വാല്യൂ വരുന്ന സിമ്പിൾ 1 ആണ്. ബേസ് 3 ആണെങ്കിൽ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 2 ആണ്.
ബേസ് 4 ആണെങ്കിൽ 3 ആണ്. ബേസ് 16 ആണെങ്കിൽ എഫ് ആണ്. ബേസ് 10 ആണെങ്കിൽ 9 ആണ്. So highest symbol is always base minus 1. Base minus 1. Right? So the ബീറ്റയുടെ ഡെസിമൽ ഈക്വലിന് എത്രയായിരിക്കും? ബേസ് 12 സിസ്റ്റത്തില് ബീറ്റയുടെ ഡെസിമൽ ഈക്വലിന് എത്രയായിരിക്കും? ഹയസ്റ്റ് സിമ്പിൾ ആണ് ബീറ്റ. സോ ബേസ് മൈനസ് 1, 12 മൈനസ് 1, 11 ആയിരിക്കും ബീറ്റയുടെ ഡെസിമൽ ഈക്വലന്റ്. സിമിലർലി എഫിന്റെ ഡെസിമൽ ഈക്വലന്റ് എത്രയായിരിക്കും? സിമ്പിൾ എഫിന്റെ ഡെസിമൽ ഈക്വലന്റ് ഇൻ എക്സാ ഡെസിമൽ എത്രയായിരിക്കും? എഫ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് സിമ്പിൾ ആണ്, ബേസ് 16 ആണ്. സോ ബേസ് മൈനസ് 1, ദാറ്റ് ഈസ് 16 മൈനസ് 1 ഈക്വൽ ടു 15 ഡെസിമൽ ആയിരിക്കും എഫിന്റെ വാല്യൂ. സോ ദ സിമ്പിൾ എഫ് ഈസ് ഈക്വലന്റ് ടു എ ഡെസിമൽ ഈക്വലന്റ് ഓഫ് 15. സോ ഓഫ് കോഴ്സ് ഈ എന്തായിരിക്കും കുട്ടികളെ? ഒന്ന് കുറവായിരിക്കും. ഡെസിമൽ ഈക്വലന്റ് 14 ഡെസിമൽ. ഡി ആണെങ്കിൽ 13 ഡെസിമൽ. സി ആണെങ്കിൽ 12 ഡെസിമൽ. ബി ആണെങ്കിൽ 11 ഡെസിമൽ. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 10 ഡെസിമൽ. അപ് ടു 9 വരെ സിമ്പിളും ഡെസിമൽ ഈക്വലും സെയിം തന്നെയായിരിക്കും. 9 കഴിയുമ്പം ഡെസിമൽ അത് 2 ഡിജിറ്റിലോട്ട് പോവും. റൈറ്റ്. ബട്ട് ഒരു സിമ്പിൾ ഒരിക്കലും 2 ഡിജിറ്റ് ആവാൻ പാടില്ല. എ സിമ്പിൾ ഷുഡ് ബി ഓൾവേസ് എ സിംഗിൾ ഡിജിറ്റ്. സോ ബേസ് 12 12 സിമ്പിൾസ് വേണം. 10 സിമ്പിൾസ് 0 to 9 സിംഗിൾ ഡിജിറ്റ് ഉണ്ട്. ആൻഡ് വി ആർ ഡിഫൈനിങ് 2 more symbols in base 12, alpha and beta. Their decimal equivalents are 10 and 11 respectively. അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ സിസ്റ്റം. ഏത് ബേസ് വേണമെങ്കിലും ആവാം. ബേസ് 22 ആവാം. ബേസ് 22. ബേസ് 22 എത്ര സിമ്പിൾസ് ഉണ്ടാവും? 22 സിമ്പിൾസ് ഉണ്ടാവും അല്ലേ? ഹയസ്റ്റ് ഡെസിമൽ ഈക്വലന്റ് എത്രയായിരിക്കും? ലാസ്റ്റ് സിമ്പിളിന്റെ ബേസ് മൈനസ് 1, ദാറ്റ് ഈസ് 22 മൈനസ് 1, 21 ആയിരിക്കും സിമ്പിൾസ് ഉണ്ടാവുക. 0 to 9 സെയിം ഡിജിറ്റ്സ് ആയിരിക്കും. ബാക്കി 10 കഴിഞ്ഞാൽ 22 വേണം. 12 ഡിഫറെൻറ്റ് സിമ്പിൾസ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അതെങ്ങനെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ABCDEF എക്സെട്ര അപ് ടു നമുക്ക് 12 സിമ്പിൾസ് വരുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യാം. എന്തായാലും ഹയസ്റ്റ് സിമ്പിളിന്റെ ഡെസിമൽ ഈക്വലന്റ് ബേസ് മൈനസ് 1 ആയിരിക്കും. ബേസ് 22 ആണ്. സോ 22 മൈനസ് 1 ആയിരിക്കും. ബേസ് ഒരിക്കലും 0 ആവില്ല. ബേസ് ഒരിക്കലും 1 ആവില്ല. 0 ആണെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. 1 ആണെങ്കിൽ നമുക്ക് 0 എന്ന് പറഞ്ഞ സിമ്പിൾ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കോപ്പി ചെയ്തോ നിങ്ങളുടെ സ്ലൈഡ്? ബേസ് ഇൻ എ ഡിഫറെന്റ് നമ്പർ സിസ്റ്റംസ്. കോപ്പി ചെയ്തോ? ഓക്കെ ആണോ? ഡൺ. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സി ടൈപ്പ് ചെയ്യാം കേട്ടോ. ചെയ്തല്ലോ അല്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ. റൈറ്റ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് എ ബേസ്. So let us get into the conversion of bases. Okay. ഒരു ബേസിന് വേറൊരു ബേസിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? റൈറ്റ്. ഓക്കെ ആണോ? റൈറ്റ്. So we have a number in decimal expressed in decimal. Let us say 4 decimal. Okay. So that I have to convert into a base 3 equivalent. Base 3 equivalent. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും അവർ ഫോം ചെയ്യുക. 4 decimal is equal to another number in base 3 എന്ന് അവർ പറയും. ആ 2 ഡിജിറ്റ് അവർ എക്സ് വൈ എന്ന് മാർക്ക് ചെയ്യും. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ്
എക്സ് ആൻഡ് വൈ എന്നവർ ചോദിക്കും. 4 ഓപ്ഷൻസ് ഉണ്ടാവും. റൈറ്റ്. അപ്പോൾ ഒരു ഡെസിമൽ നമ്പറിന്ന് വേറൊരു ബേസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഡെസിമൽ നമ്പറിനെ വേറൊരു ബേസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏത് ബേസിലോട്ടാണോ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ വെച്ചിട്ട്, ആ ബേസ് വെച്ചിട്ട് ഡെസിമൽ നമ്പറിനെ, ഇവിടെ 4 ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. റൈറ്റ്. സോ 4 ഡിവൈഡ് ബൈ 3, റിസൾട്ട് നമുക്കറിയാം 1 3s are 3, ബാലൻസ് എന്തുണ്ടാവും? 1 ഉണ്ടാവും അല്ലേ? ബാലൻസ് 1 ഉണ്ടാവും. പിന്നെ നമുക്ക് 1നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ദ റിമൈനിങ് ബാലൻസ് വി വിൽ റൈറ്റ് ഇറ്റ് ആസ് 1 itself. എന്നിട്ട് വാല്യൂ എക്സ്പ്രസ് ചെയ്യുമ്പം വി വിൽ റൈറ്റ് ഇൻ ദ ഓർഡർ ഫ്രം ബോട്ടം ടു ടോപ്പ്. ബോട്ടം ടു ടോപ്പ്. That is 1 1 base 3. 1 1 base 3. 1 1 base 3. ഓക്കെ ആണോ? അപ്പോൾ ഡെസിമൽ നമ്പറിനെ വേറെ ഏത് ബേസിലോട്ട് മാറ്റണമെങ്കിൽ ഏത് ബേസിലോട്ടാണോ നിങ്ങൾ മാറ്റുന്നത് ആ ബേസ് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ ആണോ? Let us take another example. Base 10 number 8 ആണ്. Right? What will be its base 4 equivalent number? Base 10 number 8 ആണ്. What is the equivalent number in base 4? എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 8 divided by the required base, that is 4. 2 4s are 8, balance is 0. Right? 2നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. So we will write it as such 2 here from bottom to top. So this is equivalent to 2 0 base 4. 8 decimal is equivalent to 2 0 base 4. ഓക്കെ ആണോ? വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്. ഇനി നമുക്കതിനെ തിരിച്ചെങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ. 1 1 base 3 you are asked to convert into a decimal number. 1 1 base 3നെ ഡെസിമൽ ആക്കിയിട്ട് മാറ്റണം. എങ്ങനെ മാറ്റും നമ്മൾ? അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സിമ്പിൾ എടുക്കാം. ഫസ്റ്റ് സിമ്പിൾ ഹിയർ ഇറ്റ് ഈസ് 1. That symbol multiplied by ഏത് ബേസിലാണ്? ബേസ് 3 ആണ്. 3 എത്ര ഡിജിറ്റ്സ് ഉണ്ട് ഇവിടെ? 2 ഡിജിറ്റ്സ് ഉണ്ട്. സോ 3 power 1 plus the second digit multiplied by 3 power base power 0. So 1 into 3 is 3 itself, plus 1 into 3 power 0 is 1. 1 into 1 is 1. So I will get a 4 decimal. Right? അതൊന്ന് നമ്മൾ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ let us say A, B, C, D, etc. base R. ജനറൽ ആയിട്ടൊരു ബേസ് R എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഡെസിമൽ ഇക്വലന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറലി നമ്മൾ എങ്ങനെ എഴുതും? സപ്പോസ് വി ഹാവ് n ഡിജിറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ n ഡിജിറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. n ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ ദ ഫസ്റ്റ് സിമ്പിൾ ദാറ്റ് ഇസ് A മൾട്ടിപ്ലൈഡ് ബൈ ബേസ്. ബേസ് എന്താണ് ഇവിടെ? 6 ആണ് അല്ലേ? പവർ നമ്പർ ഓഫ് ഡിജിറ്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് -1. സോ n -1 പ്ലസ് the second digit, that is B, multiplied by the same base R multiplied by n -2 plus etc. plus up to the last digit multiplied by base power എത്രയായിരിക്കും?
0, right? 0. That will give me the decimal equivalent. ഏത് ബേസിലാണോ നമ്പർ ഉള്ളത് ആ ബേസിന്റെ പവറും ആ നമ്പറിന്റെ ഡിഫറെന്റ് ഡിജിറ്റ്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഹയസ്റ്റ് പവർ നമ്പർ ഓഫ് ഡിജിറ്റ്സ് -1 ആയിരിക്കും. 2 ഡിജിറ്റ് ആണെങ്കിൽ 1 ആയിരിക്കും. n ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ n-1 ആയിരിക്കും. ഓക്കെ, അപ് ടു ദ പവർ 0. പ്രൊട്ടക്ട് വിത്ത് ദ ലാസ്റ്റ് ഡിജിറ്റ്. ഓക്കെ ആണോ? റൈറ്റ്. അപ്പം നമ്മളിവിടെ എക്സാമ്പിളിൽ നേരത്തെ ചെയ്ത 20 ബേസ് 4 20 ബേസ് 4 അതിനെ നമുക്ക് ബേസ് 10 എങ്ങനെ മാറ്റാം? എത്രയായിരിക്കും? വാട്ട് വിൽ ബി യുവർ ആൻസർ? എങ്ങനെ ചെയ്യാം? 2 ആണ് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ്, 2 ആണ് മൾട്ടിപ്ലൈഡ് ബൈ ബേസ് 4 ആണ്. n-1 ആണ് വേണ്ടത് അല്ലേ? n എത്രയാണ്? 2 ആണ്. 2 - 1 1 ആണ്. പ്ലസ് 0 മൾട്ടിപ്ലൈഡ് ബൈ ബേസ് പവർ 0. That will give me 2 into 4 8 plus 0 into 1 0 will give me 8 decimal. So this is nothing but 8 decimal. Okay ആണോ? ക്ലിയർ ആണോ? സംശയങ്ങളുണ്ടോ? Any issues? ക്ലിയർ ആണോ? റൈറ്റ്. വളരെ സ്ലോ ആണ്. അല്പം കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാം. Right. So let us have another question. Identify question number 1. Identify the base 16 equivalent of base 16 equivalent of the decimal number. Identify the base 16 equivalent of the decimal number 14. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണോ വേണ്ടത്? ഇത് ബേസ് 10 ആണ്, ഇത് ബേസ് 16 ആണ് അല്ലേ? ഹയർ ബേസ് ആണ്. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ നോക്കിയാൽ നിങ്ങൾ ചെയ്തപ്പം ബേസ് 10 ടു ബേസ് 3, ബേസ് 10 ടു ബേസ് 4, ഹയർ ടു ലോവർ ആയിരുന്നു അല്ലേ? ഹയർ ബേസ് ടു ലോവർ ബേസ്. റൈറ്റ്. ഇവിടെ നമുക്ക് ഡെസിമൽ നമ്പറിനെ അതിനേക്കാളും കൂടുതൽ ബേസ് ഉള്ള ഒരു സിസ്റ്റത്തിലോട്ട് മാറ്റണം. അപ്പം നമുക്കറിയാം 0 ടു 9 ആണ് ഡെസിമലിന്റെ ബേസസ്. ബേസ് 16 ആയതുകൊണ്ട് അതിന് 6 സിമ്പിൾസും കൂടെ ഉണ്ടാവും. ഏതൊക്കെയാണ് സിമ്പിൾസ്? എ, പി, സി, ഡി, ഇ, എഫ് അല്ലെ? അപ്പൊ 14 ഡെസിമലിന് ഓഫ് കോഴ്സ് ദർ വിൽ ബി എ സിമ്പിൾ ഇൻ ഹെക്സാഡെസിമൽ. എന്തുകൊണ്ടാ? ഹെക്സാഡെസിമലില് 16 സിമ്പിൾ ഉണ്ടാവും. അതിന്റെ ഹയസ്റ്റ് സിമ്പിളിന് ഡെസിമൽ ഈക്വലന്റ് എത്രയായിരിക്കും? 16 - 1 ആയിരിക്കും. അതായത് 15 ആയിരിക്കും. 15 വരെ ഒരു സിമ്പിൾ വെച്ചിട്ട് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ 14 ഡെസിമൽ ഇംപ്ലൈസ് ഇത് 15 ആണ് അല്ലെ? 15 ഡെസിമൽ. 14 ഡെസിമൽ ഇംപ്ലൈസ് ദ സിമ്പിൾ വിൽ ബി ഇ. ശരിയല്ലേ? So 14 decimal is nothing but the simple E. Right? അപ്പോൾ ഹെക്സാഡെസിമലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സിമ്പിൾസിന്റെ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കണം. ഇ ബേസ് 16 is equivalent to a 14 in decimal. ഓക്കെ ആണോ? ക്ലിയർ ആണോ? റൈറ്റ്. ഓക്കെ.
Let us have question number 2. Right. Question number 2. What is the decimal equivalent? Decimal equivalent of an highest number in base 3 using two digits. അതായത് ബേസ് 3യിലുള്ള ഒരു സിസ്റ്റത്തിന്റെ ഹയസ്റ്റ് നമ്പർ എത്ര ഡിജിറ്റ് ഉപയോഗിച്ചിട്ടാണ്? 2 ഡിജിറ്റ് അല്ലെ. ബേസ് 3 ആണ്, 2 ഡിജിറ്റ്സ് ഉണ്ട്. ആ ബേസ് 3യിൽ 2 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാവുന്ന ഹയസ്റ്റ് നമ്പറിന്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡെസിമൽ ഈക്വലന്റ് എന്തായിരിക്കും? ബേസ് 3 ആണ് അല്ലെ. ബേസ് 3 ആണ് അല്ലെ. ഏതൊക്കെ സിമ്പിൾസ് ഉണ്ടാവും? 0, 1, 2. ശരിയല്ലേ? ബേസ് -1 വരെ സിമ്പിൾ ഉണ്ടാവുള്ളൂ. ഹയസ്റ്റ് സിമ്പിൾ ഇൻക്ലൂഡിങ് 0, 3 സിമ്പിൾസ്. അപ്പോൾ ഹയസ്റ്റ് നമ്പർ കറസ്പോണ്ടിങ് ടു എന്തായിരിക്കും? ഹയസ്റ്റ് സിമ്പിൾ ആയിരിക്കും അല്ലെ. ശരിയല്ലേ? അപ്പൊ എത്ര സിമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കണം നമ്മളോട്? എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കണം നമ്മളോട്? 2 ഡിജിറ്റ്സ്. അപ്പൊ 2 ഡിജിറ്റ്സ് കൊണ്ട് ബേസ് 3യിൽ ഉണ്ടാക്കാവുന്ന ഹയസ്റ്റ് നമ്പറിന്റെ വാല്യൂ എന്തായിരിക്കും? 2 ബേസ് 3 ആയിരിക്കുമല്ലോ അല്ലെ. രണ്ടും ഹയസ്റ്റ് പോസിബിൾ ഡിജിറ്റ് ആണ്. 2 ഡിജിറ്റേ പറ്റുള്ളൂ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡെസിമൽ ഈക്വലന്റ് വേണം. ബേസ് 10 എന്തായിരിക്കും? വാട്ട് ഇസ് ദ ഡെസിമൽ ഈക്വലന്റ് ഓഫ് ദിസ്? 2 base 3. What is the decimal equivalent of this? എത്രയായിരിക്കും? 2 multiplied by 3 power 1 plus 2 multiplied by 3 power 0. 2 into 3 6 plus 2 equals 8. അല്ലേ? 8 ആയിരിക്കും. റൈറ്റ്. ബേസ് 4 ആണെങ്കിലോ 2 ഡിജിറ്റ് ആണെങ്കിലോ എത്രയായിരിക്കും? ബേസ് 4 ആണെങ്കിൽ ബേസ് 4 ആണെങ്കിൽ ഹയസ്റ്റ് സിമ്പിൾ 3 ആണ് അല്ലെ. 2 ഡിജിറ്റ് ആണെങ്കിൽ രണ്ടും 3 ആയിരിക്കും ഹയസ്റ്റ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട്. അതിന്റെ ഡെസിമൽ ഈക്വലന്റ് എത്രയായിരിക്കും? 3 into 4 12 plus 3 15 ആയിരിക്കും അല്ലെ. ബേസ് 5 ആണെങ്കിലോ 2 സിമ്പിളും 4 ആയിരിക്കും. ബേസ് 5. ഓക്കെ, ബേസ് 5. And the highest number corresponding to 4 base 5 and its decimal equivalent. Highest number in the decimal equivalent എത്രയായിരിക്കും? 4 into 5 അല്ലെ. 4 into base power 1 plus 4 into base power 0. So 4 into 5 20 plus 4 24 decimal. ശരിയല്ലേ? റൈറ്റ്. ബേസ് 16 ആണെങ്കിൽ എന്തായിരിക്കും കുട്ടികളെ? ഹയസ്റ്റ് സിമ്പിൾ എന്താണ് ബേസ് 16ല്? നോക്കിയേ, ഏതാണ്? എഫ് അല്ലേ ബേസ് 16ല്. സോ ഹയസ്റ്റ് നമ്പർ കറസ്പോണ്ടിങ് ടു എഫ് ബേസ് 16. വാട്ട് വിൽ ബി ഇറ്റ്സ് ഡെസിമൽ ഈക്വലന്റ്? എന്തായിരിക്കും? കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നു അല്ലെ. എങ്ങനെ നമ്മൾ ചെയ്യാത്ത? സിമ്പിൾ എഫ് മൾട്ടിപ്ലൈഡ് ബൈ ബേസ് പവർ 1 plus the other symbol multiplied by base power 0. That's equal to f എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെസിമൽ വാല്യൂ എന്താണ്? എഫിന്റെ 15 ആണ് അല്ലേ. സോ 15 multiplied by 16 power 1 plus another 15 multiplied by 16 power 0. That's equal to 15 multiplied by 16 plus 15. That will be product എത്രയായിരിക്കും? 160 plus 80 അല്ലേ. ശരിയല്ലേ? 160 plus 80 plus 15. So that will be 240, 255. 255. So this will be 2
255 base 10. Right? 255 base 10. ഇതൊക്കെ എന്താണ്? 2 ഡിജിറ്റ് ഉള്ള ഡിഫറെന്റ് ബേസിലെ ഹയസ്റ്റ് പോസിബിൾ നമ്പർ ആണ്. അതിന്റെ ഡെസിമൽ ഈക്വലന്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ബേസ് 3 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ അത് ബേസ് 4, ബേസ് 5 ആൻഡ് ബേസ് 16 വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ക്ലിയർ ആണോ? യെസ് ഓർ നോ? എനി ഡൗട്ട്സ്? നിങ്ങൾ പേസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. സോ ഒരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് സ്പീഡ് മാനേജ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അത് ഇങ്ങനെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. 3 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ ഇപ്പം n ഈക്വൽ ടു യൂസിങ് 3 ഡിജിറ്റ്സ് ആണെങ്കിൽ, ഇവിടെ 3 ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ 3 ഡിജിറ്റ്സ് വന്നു, അല്ലെങ്കിൽ 4 ഡിജിറ്റ്സ് വന്നു, 5 ഡിജിറ്റ്സ് വന്നു. അപ്പൊ ഒരു 5 ഡിജിറ്റ് ഉള്ള ബേസ് 3 നമ്പർ, ഹയസ്റ്റ് നമ്പർ, 5 ഡിജിറ്റ്സ് ഉള്ള ബേസ് 3 ഹയസ്റ്റ് നമ്പറിന്റെ ഡെസിമൽ ഈക്വലന്റ് ചോദിച്ചാൽ നമ്മൾ 5 തവണ എന്ത് എഴുതണം? 2 എഴുതണം അല്ലേ? ബേസ് 3 എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം, ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 0 1 2 3 2 പവർ 3 2 മൾട്ടിപ്ലൈഡ് ബൈ 3 പവർ 3, 2 മൾട്ടിപ്ലൈഡ് ബൈ 3 പവർ 2 അല്ലെ? 2 മൾട്ടിപ്ലൈഡ് ബൈ 3 ക്യൂബ് പ്ലസ് 2 മൾട്ടിപ്ലൈഡ് ബൈ 3 സ്ക്വയർ പ്ലസ് another 2 മൾട്ടിപ്ലൈഡ് 3 പവർ 1 പ്ലസ് 2 മൾട്ടിപ്ലൈഡ് ബൈ 3 പവർ 0. അങ്ങനെ പോകും. അപ്പൊ ഒരുപാട് ലെങ്ത് ആയിട്ട് വരും. റൈറ്റ്? അപ്പം ജനറൽ ആയിട്ട് നമുക്ക് ബേസും നമ്പർ ഓഫ് ഡിജിറ്റ്സും തമ്മിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ കുട്ടികളെ? നോക്കിയാൽ നിങ്ങൾ ബേസ് 3 ആണ് അല്ലെ? ബേസ് 3 നമ്പർ ആണ്. എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 2 ഡിജിറ്റ്സ് ഉണ്ട്. റൈറ്റ്? അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യാം? സോ ദിസ് ഈസ് ഈക്വലന്റ് ടു, ഇൻ ജനറൽ, 3 square minus 1, that is equal to 8 decimal, and 15 is nothing but 4 square minus 1, that is 16 minus 1, that's equal to 15 decimal. And in the third case, this is 24 is nothing but 5 square minus 1, that's equal to 25 minus 1, 24 decimal. 255 in the case, this is nothing but 16 square, that is 256 minus 1, that's equal to 255. So in general, we can write it as n digits ഉണ്ടെങ്കിൽ, ഇവിടെയൊക്കെ 2 ഡിജിറ്റ് ആണ്, n 2 ആവും, 3 ആവും, 4 ആവും, എക്സെട്ര. n ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ ഹയസ്റ്റ് നമ്പറിന്റെ ഡെസിമൽ ഈക്വലന്റ് വാല്യൂ ക്യാൻ ബി ഈസിലി റിട്ടൺ ആസ് ദ ബേസ്. ഏത് നമ്പർ ആണോ, ഏത് ബേസ് ആണോ നമ്പർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, ആ ബേസ് പവർ നമ്പർ ഓഫ് ഡിജിറ്റ്സ്, n number of digits, minus 1 will give me the highest numbers decimal equivalent. ഏത് ബേസ് ആണ്? അവിടെ ബേസ് 3 ആണ്. സോ 3 എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ആണ്. സോ 3 സ്ക്വയർ മൈനസ് 1, right? So the n here, n indicates number of digits, number of digits. Okay, clear ആണോ? Generally r power n minus 1, r power n minus 1. ഓക്കെ ആണോ? ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻസ് r പവർ n മൈനസ് 1ന്റെ ഫോമിലായിരിക്കും. റൈറ്റ്? 255 3 square minus 1 or 4 square minus 1 or 25 minus 1 or 24, ആ രീതിയിലൊക്കെ ഈ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഒരുപാട് ഡിജിറ്റ്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ലെറ്റ് us say 4 4 4 4 ബേസ് 5, റൈറ്റ്? ഇത് ബേസ് 5ലെ ഹയസ്റ്റ് പോസിബിൾ നമ്പർ ആണ്. യൂസിങ് ഹൗ മെനി ഡിജിറ്റ്സ്? എത്ര ഡിജിറ്റ്സ് ഉണ്ട് ഇവിടെ? 4 ഡിജിറ്റ്സ് ആണ് അല്ലെ? സോ ബേസ് ഈസ് 5, number of digits is 4, minus 1 will be, എന്താണ് ഇത്? decimal equivalent of an highest number അല്ലെ? highest number ഏത് ബേസ് ആണ്? in base 5 using എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 4 number of digits,
4 number of digits. Right? So options 5 power 4 minus 1 ആ ഫോമിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ടിക്ക് ചെയ്യാം. So in general, base power number of digit minus 1 will be the decimal equivalent of an highest number possible in base or this is base or using n number of digits. Clear ആണോ? അത് നിങ്ങൾ ഓർത്തിരിക്കുക. Right? Okay ആണോ? Right. Clear ആണോ? Okay. ഇനി നമ്പേഴ്സിൽ ചിലപ്പം ഫ്രാക്ഷൻ വരാം. So let us take an example. Let us have a number 0.125 base 10. And you should convert into an equivalent binary or base 2 number. Binary number. ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ഡിവിഷൻ ആയിരുന്നു അല്ലേ? ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്, ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എ ഡെസിമൽ നമ്പർ ഫ്രാക്ഷൻ ഉണ്ടായിരുന്നില്ല. വേറൊരു ബേസിലോട്ട് മാറ്റണമെങ്കിൽ ഏത് ബേസ് ആണോ ആ ബേസ് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? ഇവിടെ നമ്പർ എന്താണ്? ഫ്രാക്ഷൻ ആണ്. റൈറ്റ്. 0.125 ഡെസിമൽ ആണ്. അതിനെന്താക്കി മാറ്റണം? ബേസ് 2 നമ്പർ ആക്കിയിട്ട് മാറ്റണം. അതിനുള്ള പ്രോസസ്സ് കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഗിവൺ നമ്പറിനെ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 0.125 ആണ് നമുക്ക് തന്ന നമ്പർ. മൾട്ടിപ്ലൈ വിത്ത് ഏത് ബേസിലോട്ടാണോ മാറ്റേണ്ടത് ആ ബേസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. നേരത്തെ ഡിവിഷൻ ആയിരുന്നു, ഫ്രാക്ഷൻ ഇല്ലാത്ത കേസിൽ. ഫ്രാക്ഷൻ വരുമ്പോൾ അത് കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ബേസ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ബേസ് 2ലോട്ടാണ് മാറേണ്ടത്. സോ ഐ മൾട്ടിപ്ലൈയിങ് വിത്ത് 2. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 5s are 10, 2 2s are 4 plus 1 5, then 1 2s are 2, 0.250. Then again I should multiply it until right side of this decimal point becomes 0. നമുക്ക് നോക്കാം. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 zeros are 0, 2 5s are 10, 2 2s are 4 plus 1 5. 0. Multiply with 2 again. 2 zeros are 0, 2 zeros are 0, 2 5s are 10, and I carry 1. ഇനി നമുക്ക് ഈ ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അപ് ടു നമുക്ക് ഫ്രാക്ഷൻ റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റ്സ് എല്ലാം 0 ആവുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി വാല്യൂ നമ്മൾ എഴുതുന്നത് ഈ വാല്യൂസ് ആണ്. ഈ വാല്യൂ എഴുതാൻ പാടുണ്ടോ? ഇത് നമുക്ക് നമ്പറിന്റെ കൂടെയുള്ളതാണ്, അത് എഴുതാൻ പാടില്ല. ഓർഡർ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ എഴുതിയത് ഫ്രാക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എഴുതിയത് ബോട്ടം ടു ടോപ്പ് ആയിരുന്നു. ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഓർഡർ ഡിഫറെന്റ് ആണ്, ഫ്രം ടോപ്പ് ടു ബോട്ടം. സോ ടോപ്പ് ടു ബോട്ടം എന്ന് പറയുമ്പം ഇയാൾ എഴുതണം, ഈ 0 എഴുതണം, ഈ 1 എഴുതണം. സോ ഇറ്റ്സ് 0.000001. Top to bottom. 0 0 and a 1. So 001 base 2. അപ്പോൾ ബേസ് 10 എന്ന് വേറെ ബേസിലോട്ട് നമ്മൾ മാറ്റുമ്പം കണ്ടിന്യൂസ് പ്രൊട്ടക്റ്റ് ആണ് എടുക്കുന്നത്. ആൻഡ് ഓർഡർ ടോപ്പ് ടു ബോട്ടാണ് ശ്രദ്ധിക്കണം. ആൻഡ് വി ഷുഡ് നോട്ട് ടേക്ക് ദ ഫസ്റ്റ് ഡിജിറ്റ് ഹിയർ. അത് നമ്പറിന്റെ കൂടെ ഉള്ളതാണ്. മൾട്ടിപ്ലിക്കേഷന് ശേഷം വരുന്ന ഡിജിറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഓക്കെ ആണോ? ഇത് നേരെ തിരിച്ചും വരാം. റൈറ്റ്. You may ask to convert the binary fraction, that is 0
0.001 base 2 into a decimal number. അതെങ്ങനെ ചെയ്യും? അതെങ്ങനെ ചെയ്യാം? അപ്പൊ നമ്മൾ നോക്കി, ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞ എന്തായിരുന്നു? ഇവിടെ എ ബി സി ഡി ബേസ് 6 ആണെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കും, ആർ പവർ n മൈനസ് 1. എവിടെ വരെ നമ്മൾ ചെയ്യും? ആർ പവർ 0 വരെ ചെയ്യും അല്ലെ? ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിലാണ് അല്ലെ? അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, 0 ആണ്. റൈറ്റ്? ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിൽ 3 ഡിജിറ്റ്സ് ഉണ്ട് അല്ലെ? അപ്പം 0, ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, പോയിന്റ്. അവിടെ വരുന്ന ഡിജിറ്റ് 0 ആണ്. 0 മൾട്ടിപ്ലൈഡ് ബൈ ബേസ് എത്രയാണ്? 2 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ നമ്മൾ 0 വരെ നേരത്തെ അവിടെ ചെയ്തത് അല്ലെ? ആർ പവർ 0 അല്ലെങ്കിൽ 2 പവർ 0. അപ്പൊ 2 പവർ മൈനസ് 1 പ്ലസ് അനദർ ഡിജിറ്റ് 0 മൾട്ടിപ്ലൈഡ് ബൈ 2 പവർ മൈനസ് 2. 0 നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, 0 ആയിരുന്നു. ദെൻ നെക്സ്റ്റ് power is minus 1, next is minus 2, then the last one is 1 multiplied by 2 power minus 3. Okay, decimal, and that's equivalent to 0.000. ഇത് 0 ആണ് അല്ലെ? ഇതും 0 ആണ്. പ്ലസ് ഇതെന്താണ്? 2 raised to minus 3 അല്ലെ? സോ 0 പ്ലസ് 0 പ്ലസ് 1 by 2 raised to 3. 2 power minus 3 is nothing but 1 over 2 power minus 3. So that's equal to 0 plus 1 by 8. Right? That's equal to 0 plus 1 by 8 is 0.125. 0.125. So this is nothing but a decimal equivalent of 0.125 base 10. Right? അപ്പൊ ഫ്രാക്ഷൻ വരുമ്പം ഡെസിമൽ ടു ബേസ് 2 ബേസ് 3 ബേസ് 4 ആണെങ്കിൽ കണ്ടിന്യൂസ് പ്രൊഡക്റ്റ്, തിരിച്ച് ഫ്രാക്ഷൻ ബേസ് 2 ബേസ് 3 ബേസ് 4 എക്സെട്ര ആണെങ്കിൽ, തിരിച്ച് ഡെസിമലിലോട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച് അതേ പ്രോസസ് എക്സ്റ്റെൻഡ് ചെയ്യുക വിത്ത് ബേസ് പവർ മൈനസ് 1 മൈനസ് 2 എക്സെട്ര അപ് ടു n ഡിജിറ്റ്സ്. റൈറ്റ്? അപ്പോൾ നമ്മൾ അതൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പം നിങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞോ സ്ലൈഡ്? So right choice is 0.125 is equivalent to 0.001. 0.001 base 2 is equivalent to 0.125 decimal. Copied? Right. This generalize ചെയ്യുമ്പം let us make it as A, B, C, D, etc. dot with, or let us take A, B, C, D dot decimal fraction E, F, G, H. Right? Base R. Base R എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഡെസിമലിലോട്ട് മാറ്റണമെങ്കിൽ, റൈറ്റ്, കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത്. നേരെ തിരിച്ച് ഇത് ബേസ് 10 ആണെങ്കിൽ, ഇത് ബേസ് 10 ആണെങ്കിൽ, ഇത് ബേസ് 6 ആണെങ്കിൽ കണ്ടിന്യൂസ് സം ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. റൈറ്റ്? സോ 0.125 ബേസ് 2ലോട്ട് മാറ്റുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് എടുത്തു. ഓർഡർ ശ്രദ്ധിക്കണം, ടോപ്പ് ടു ബോട്ടം. ദെൻ 0.001 ആണെങ്കിൽ, ഫ്രാക്ഷൻ ആണെങ്കിൽ ബൈനറി ആയിരുന്നു, അതിനെ ഡെസിമലിലോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് ആക്കി എടുത്തു. റൈറ്റ്? ഇനി 11 ഡോട്ട് 001 ബേസ് 2 ആണെങ്കിൽ അതിന് ഡെസിമൽ ഈക്വലന്റ് എത്രയായിരിക്കും? വാട്ട് ഇസ് ദ ഡെസിമൽ ഈക്വലന്റ് ഓഫ് ദിസ്? 11.001. 11.001 base 2 is equivalent to a decimal number in base 10. എങ്ങനെ കണ്ടെത്താം? ബേസ് 2 ബേസ് 10ലോട്ട് മാറ്റണം. എന്താ ചെയ്യുന്നത്? നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ഇത് ബേസ് 6ഉം
ഇത് ബേസ് 10 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കുക? ദിസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഡിജിറ്റ് എടുക്കും, ബേസ് പവർ ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ടോ നോക്കൂ അല്ലെ, 1 2 3 4 ആണ്. സോ ബേസ് പവർ 3 പ്ലസ് ബി മൾട്ടിപ്ലൈഡ് ബൈ ബേസ് പവർ 2 സി മൾട്ടിപ്ലൈഡ് ബേസ് പവർ 1 പ്ലസ് ഡി മൾട്ടിപ്ലൈഡ് ബൈ ബേസ് പവർ 0. ദെൻ ഫ്രാക്ഷൻ വരും അല്ലെ. ഫ്രാക്ഷനിൽ എന്താ ഉണ്ടാവുക? ഇ മൾട്ടിപ്ലൈഡ് ബൈ ആർ പവർ മൈനസ് 1 പ്ലസ് f multiplied by r power minus 2 plus g multiplied by r power minus 3 plus h multiplied by r power minus 4. അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നിന്ന് നമ്മൾ ഫ്രാക്ഷനിലോട്ട് മാറുമ്പം ഇതെന്താ എഴുതേണ്ടത്? ഇവിടെ ഇത് അഡീഷൻ ആയിരിക്കണം. ശ്രദ്ധിക്കരുത്, അഡീഷൻ ആയിരിക്കണം. ഓക്കെ, അവിടെ ഫ്രാക്ഷൻ പോയിന്റ് എഴുതിയത് തെറ്റാണ്, അഡീഷൻ ആയിരിക്കണം. ഇറ്റ്സ് എ കണ്ടിന്യൂസ് സം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിള് 11.001 11.001 ബേസ് 2 ഇങ്ങനെ എഴുതാം. 1 multiplied by base power 1 plus another symbol multiplied by base power 0 plus, you should write plus, അത് ശ്രദ്ധിക്കണം കേട്ടോ, plus 0 multiplied by 2 power minus 1 plus another symbol multiplied by 2 power minus 2 plus the last symbol, that is 1 multiplied by 2 power minus 3. So that will give me 2 plus 1 plus 0 plus another 0 plus 1 by 8. So that will give me 2 plus 1 3, 3 plus 1 by 8. That's equal to 3 plus 0.125. So that's equal to 3.125 decimal. So this is 3.125 decimal. So 3.125 decimal. 25 decimal. Okay, ആണോ? ഈ സിമ്പിൾ നിങ്ങൾ മറക്കരുത്. This should be a plus sign. അവിടെ ഡയറക്റ്റ് ആയിട്ട് ഫ്രാക്ഷൻ ഇടരുത്. അഡീഷൻ ആണ്, കണ്ടിന്യൂസ് അഡീഷൻ ആണ്. ദർ ഈസ് എ പോസിറ്റീവ് പ്ലസ് സൈൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പം ഏത് ബേസിലെ നമ്പർ നിങ്ങൾക്ക് ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയാം. ഒരു ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന് ഏത് ബേസിലോട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിൽ തർക്കമില്ലല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ബേസിൽ വന്നേക്കാം. സോ കൺവേർഷൻ ഫ്രം വൺ ബേസ് ടു ദ അതർ ബേസ്. ഓക്കെ ആണോ? റൈറ്റ്. ഇപ്പൊ നമ്മൾ അഡീഷനും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 1 hour കഴിഞ്ഞത് കൊണ്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഒരു 10 minute കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം. സോ കൺവേർഷൻ ഫ്രം ബേസ് ആർ ടു ഡെസിമൽ, ഡെസിമൽ ടു ബേസ് ആർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റും, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. സോ വി ആർ മൂവിങ് ടു അനദർ ടോപ്പിക്, ദാറ്റ് ഈസ് ബേസ് ആർ അഡീഷൻ. ബേസ് ആർ അഡീഷൻ. രണ്ട് നമ്പർ സെയിം ബേസിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആഡ് ചെയ്യാം? ഓക്കെ ആണോ? ബേസ് ആർ അഡീഷൻ. ഓക്കെ, സോ let us take one example. ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? ബ്രേക്ക് വേണോ? ഇപ്പൊ തന്നെ ബ്രേക്ക് വേണോ? അതൊരു 15 minute കഴിഞ്ഞിട്ട് മതിയാ? ബോറടിക്കുന്നുണ്ടോ? എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പറയാട്ടോ, ഫ്ലെക്സിബിൾ ആണ്. ബ്രേക്ക് വേണേ നമുക്ക് ബ്രേക്ക് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. ബോറടിക്കുന്നുണ്ടെങ്കിൽ ടോപ്പിക്ക് മാറ്റണമെങ്കിലും മാറ്റാം, ഇഷ്യൂസ് ഒന്നുമില്ല. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ ചാറ്റ് ബോക്സിൽ. ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? റൈറ്റ്, ഓക്കെ, താങ്ക് യു വെരി മച്ച്. റൈറ്റ്, സോ we have two numbers. Let me take two numbers in base 4. They are 2 3, base 4 plus 1 2 1 2 base 4, and I am expecting a sum in base 4. Okay, അപ്പോൾ ബേസ് 4 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കുക. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ബേസ് 4 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ അറിയില്ല. കുറച്ച് പേർക്ക് അറിയണ്ടാവും, എങ്കിലും നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 2 3 ബേസ് 4നെ ആദ്യം നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ബേസ് 10ലോട്ട് കൺവേർട്ട് ചെയ്യും.
എത്രയായിരിക്കും അത്? 2 into 4 ശരിയല്ലേ? 2 into 4, 2 multiplied by 4 plus 4 power 1 plus 3 multiplied by 4 power 0. That is 8 plus 3, 11 decimal. Right? Another number is 1 to base 4. അതിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യും. So 1 multiplied by 4 power 1 plus 2 multiplied by 4 power 0. That is 4 plus 2, 6 decimal. ഇത് നമ്മൾ ആഡ് ചെയ്യും. ഈ രണ്ട് നമ്പർ നമ്മൾ ആഡ് ചെയ്യും. സോ 11 plus 6 ഡെസിമൽ അഡീഷൻ നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആണ്, എല്ലാവർക്കും അറിയാം. സോ വിൽ ഗെറ്റ് എ 17 ഡെസിമൽ അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ 17 ഡെസിമലിനെ എങ്ങോട്ട് മാറ്റും? ബേസ് 4ലോട്ട് മാറ്റും. എങ്ങനെയാ മാറ്റുക? 17 നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 4 4s are 16, balance 1, right? Again 1 4s are 4, balance 0. Then 1 നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ വിൽ റൈറ്റ് ദിസ് വൺ ഹിയർ. പിന്നെ നമ്മൾ ടോപ്പ് ടു ബോട്ടം ആയിരുന്നോ ബോട്ടം ടു ടോപ്പ് ആണോ എഴുതിയിട്ടുണ്ടായിരുന്നത്? ഡിവൈഡ് ചെയ്യുമ്പം എങ്ങനെയായിരുന്നു? ഓക്കെ, നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പം ബോട്ടം ടു ടോപ്പ്, റൈറ്റ്? ബോട്ടം ടു ടോപ്പ്. സോ ബോട്ടം ടു ടോപ്പ്. സോ ദിസ് ഈസ് 1 0 1 ബേസ് 4. റൈറ്റ്. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്യേണ്ടി വന്നത് നമുക്ക് ഈ ബേസ് 4 അഡിഷൻ അറിയാത്തോണ്ടാണ്. ഓക്കെ ആണോ? കൺവേർട്ട് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ബേസ് 4ലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ചെയ്യാം. 101 ബേസ് 4 ആണ് നമ്മളെ ലാസ്റ്റ് റിസൾട്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 2 3 plus 1 2. 2 3 plus 1 2. Both numbers are in same base 4. സെയിം ബേസ് ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരേ ബേസിൽ നമ്പേഴ്സ് തമ്മിൽ മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബേസ് 4 അഡീഷൻ. 3 plus 2 5 ആണ് അല്ലെ. 5 ഇവിടെ എഴുതാൻ പറ്റുമോ റിസൾട്ട് ആയിട്ട്? ബേസ് എത്രയാണ്? 4 ആണ്. ബേസ് 4 ആകുമ്പം 5 എന്ന് എഴുതാൻ പറ്റുമോ? ബേസ് 4ലെ സിമ്പിൾ ഏതൊക്കെയാണ്? 0 1 2 and 3. 5 അതിലെ സിമ്പിൾ ആണോ? അല്ല. റൈറ്റ്. അപ്പം ഹയസ്റ്റ് സിമ്പിളിനെക്കാളും എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെയിം കേസ് നമുക്ക് എന്തിലുണ്ടാവും? ഡെസിമലുണ്ടാവും അല്ലെ. ഡെസിമൽ 11 പ്ലസ് let me take 0 9 and decimal, right? 11 plus 9 റിസൾട്ട് 20 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 1 plus 9 നമ്മളിവിടെ 10 എന്ന് എഴുതോ? ഇങ്ങനെ എഴുതോ? 1 plus 9 10 എഴുതോ? ഇല്ല. എന്താ എഴുതാം നമ്മൾ 10ന് പകരം? 1 plus 9 10 വരെ നമ്മൾ എന്താ എഴുതാ? എന്ത് എഴുതും? 0 എഴുതും അല്ലെ. റൈറ്റ്, 0 എഴുതും. വെരി ഗുഡ്, 0 എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്യാരി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് 1 plus 1 2 ആക്കിയിട്ട് എഴുതും. ശരിയല്ലേ? അപ്പം 10ന് പകരം നമുക്ക് 0 ആണ് കിട്ടിയത് അല്ലെ. എങ്ങനെ 10ന് പകരം 0 കിട്ടിയത്? ബേസോ അതിൽ കൂടുതലോ റിസൾട്ട് വരികയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സിന്റെ സമ്മ ബേസിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബേസ് സബ്ട്രാക്ട് ചെയ്യും അല്ലെ. സോ 9 plus 1 you got it as 10. So we'll subtract the base. What is the base? 10. 10 minus 1. 10 minus 10 is 0. So that 0 we will write here. അല്ലെ. അപ്പൊ ഒരു 10 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഹയർ ഡിജിറ്റിന്റെ കൂടെ നമ്മൾ ഒരു 1 ആഡ് ചെയ്യും. അങ്ങനെയാണ് ഡെസിമൽ അഡീഷനിൽ നമ്മൾ ചെയ്യുക. സെയിം പ്രോസസ് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. 3 plus 2 5 ആണ്. 5 എഴുതാൻ പറ്റുമോ? ഇല്ല. 5 മൈനസ് ബേസ് 5 മൈനസ് 4 ദാറ്റ് ഈസ് 1. ആ 1 നമ്മൾ ഇവിടെ എഴുതും. ഒരു ബേസ് സബ്ട്രാക്ട് ചെയ്ത് പോയതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഹയർ ഡിജിറ്റിന്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യണം. സോ ദർ വിൽ ബി ക്യാരി 1. സോ 2 plus 1 3 plus 1 4. 4 ഇവിടെ എഴുതാൻ പറ്റുമോ? 4 എന്ന് എഴുതാൻ പറ്റുമോ? സിമ്പിള് 3 വരെ പറ്റുള്ളൂ അല്ലെ. അപ്പൊ എന്താ എഴുതാം നമ്മള്? 4 മൈനസ് 4 എന്ത് എഴുതും? 0 എഴുതും അല്ലെ. സോ ഐ ഷുഡ് റൈറ്റ് എ 0. ഓക്കെ. ആൻഡ് എ ക്യാരി 1 അല്ലെ. രണ്ടാമത്തെ ഡിജിറ്റിൽ നിന്ന് ഞാനൊരു 4 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതും കോമ്പൻസേറ്റ് ചെയ്യണം. സോ ഐ ഷുഡ് ആഡ് എ ക്യാരി. ബൈ ഡിഫോൾട്ട് തേർഡ് ഡിജിറ്റ് ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്. സോ 1 plus 0 plus 0 will give me 1. So 101 base 4 will be the
റൈറ്റ് ചോയ്സ്. നമുക്കിവിടെ കിട്ടിയ 101. ഓക്കെ ആണോ? ബേസ് 4 അഡീഷൻ. ക്ലിയർ ആണോ? അഡീഷൻ ഇൻ ബേസ് 4 ബുദ്ധിമുട്ടുണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? അപ്പൊ നിങ്ങൾ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, തിരിച്ച് ബേസ് 4ലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബേസ് 4ൽ ആഡ് ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ലെറ്റ് us take another example. റൈറ്റ്, സംശയമുള്ള അടുത്ത പ്രോബ്ലം നോക്കട്ടെ. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പീഡ് then okay, so let us take another example. 2 4 plus 3 5 in base 8, base 8, and I am expecting a result in base 8, and I am marking it as x y z base 8. You should find the value of x, value of y, and value of z. Base 8 ആണ്. So symbols are from 0 to 7. 5 plus 4 9 ആണ്. 9 നമുക്ക് എഴുതാൻ പറ്റില്ല, നിങ്ങൾക്കറിയാം. 5 plus 4 9 ആണ്. 9 എഴുതാൻ പറ്റില്ല. So 9 minus base, base is 8. I should write a 1, carry 1. 2 plus 1 3, 3 plus 3 6. 6 ഒരു വാലിഡ് സിമ്പിൾ ആണ്, എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. So by default the third symbol will be, the third digit will be 0. So x equal to 0, y equal to 6, z equal to 1. 5 plus 4 9 ആണ്. 9 ഒരു വാലിഡ് സിമ്പിൾ അല്ല ബേസ് 8ല്. So we should write 9 minus base. 9 minus 8 is 1. So I'm writing a 1, carry 1. 9 8 subtract ചെയ്തുകൊണ്ട് ഒരു carry add ചെയ്യണം. So I'm adding a carry 1. So 2 plus 1 3, 3 plus 3 6. Third digit in the result is by default 0. Right? By default ഈ രണ്ട് ഡിജിറ്റും സീറോസ് ആയിരിക്കും. So 0 plus 0 will be 0. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഏത് ബേസിൽ അഡീഷൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ആണോ? So you need not convert into decimal. Then you should convert back to base 8. അത് ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. Right? Let us have one more question. AB base 16 plus CD base 16, and I am expecting a result in base 16. What will be your answer? Answers AB plus CD. B decimal equivalent എത്രയാ? B is equivalent to 11 decimal. D is equivalent to 13 decimal. 11 plus 13 decimal will be 24. 24 സിമ്പിൾ ഉണ്ടോ എക്സാ ഡെസിമലില്? 15 വരെ സിമ്പിൾ ഉള്ളൂ അല്ലെ? 24 സിമ്പിൾ ഉണ്ടോ? ഇല്ല. അപ്പൊ 24 ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. 24 സിംഗിൾ സിമ്പിൾ ഉണ്ടോ എക്സാ ഡെസിമൽ? ഇല്ല. എഫ് വരെ ഉള്ളൂ, 15 വരെ ഉള്ളൂ അല്ലെ സിമ്പിൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 24 minus 16, that is 8. ആ 8 നമ്മൾ ഇവിടെ എഴുതും. And a carry
1. എന്തുകൊണ്ടാണ് carry 16 നമ്മൾ subtract ചെയ്യുന്നു. Then I should compensate that by adding a 1 to the next higher digit. Right. What is your answer? ആരും ആൻസർ ചെയ്യുന്നില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടോ? 10 താഴെയുള്ള ബേസ് ആണെങ്കിൽ ബേസ് 3, ബേസ് 4, ബേസ് 5, ബേസ് 6 ഒക്കെ ആണെങ്കിൽ ഡെസിമൽ ഈക്വലന്റും സിമ്പിളും സെയിം തന്നെയായിരിക്കും. 10 മുകളിലോട്ട് പോകുമ്പോൾ സിമ്പിൾസ് ഉണ്ടാവാം. ഡെസിമൽ ഈക്വലന്റ് ഗ്രേറ്റർ ദാൻ 9 വരുന്ന സിമ്പിൾസ് ഉണ്ടാവും. അത് നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തണം. ബി ഈസ് കറസ്പോണ്ടിങ് ടു 11 and D is corresponding to 13. 13 plus 11 is 24. 24 നമുക്കൊരു വാലിഡ് സിമ്പിൾ ഇല്ല. 24ന് കറസ്പോണ്ടിങ് ആയിട്ട് 24 ഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 15 ഡെസിമൽ വരെ സിമ്പിൾ ഉള്ളൂ. ഹയസ്റ്റ് സിമ്പിൾ അത് എഫ് ആണ്. So we are subtracting the base 24 minus 16 and we'll get 8. 8 hexadecimal ഒരു വാലിഡ് സിമ്പിൾ ആണ് അല്ലെ. 0 to 9 വാലിഡ് സിമ്പിൾ ആണ്. So I'm writing 8 carry ഒരെണ്ണം ആഡ് ചെയ്യുന്നു a plus c and a is corresponding to 10 decimal. Okay, c is corresponding to 12 decimal. So 10 plus 12 22 plus 1 23. 23ക്ക് സിംഗിൾ സിമ്പിൾ ഇല്ല. 23 ഇതുപോലെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഒറ്റ സിമ്പിൾ ആയിട്ട് വേണം എഴുതാൻ. സിമ്പിൾ അവൈലബിൾ അല്ല. So I should subtract the base 23 minus base, right? And that is how much? 23 minus 16 is 7. 7. So I should write a 7. Second digit add ചെയ്തപ്പോൾ ഒരു 16 subtract ചെയ്തു. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു carry 1 ആഡ് ചെയ്യണം തേർഡ് ഡിജിറ്റിന്റെ കൂടെ. ബൈ ഡിഫോൾട്ട് ഇവിടെ തേർഡ് ഡിജിറ്റ് 0 ആണ്. ഇവിടെയും 0 ആണ് അല്ല. ഡിജിറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. So 1 plus 0 plus 0 give me 1. So 1 7 8 base 16 is the result. Okay, that will be the result. ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏത് ബേസിൽ അഡീഷൻ വന്നാലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്തോളേ. ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ചെയ്യാലോ അല്ലേ? റൈറ്റ്. സോ ദാറ്റ് ഈസ് എ ബേസ് ആർ അഡീഷൻ. ഏത് ബേസിലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ചില എക്സാംസിൽ 2 പവർ കൺവേർഷൻസ് വരാറുണ്ട്. സോ ലെറ്റ് us take another question. Question number 3. Right. Convert 1010 base 2 into a base 4 number. Convert 1010 base 2 into a base 4 number. ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. അതിന്റെ ബേസ് 4 നമ്പർ ഐഡന്റിഫൈ ചെയ്യണം. ബേസ് 2 ഡെസിമലിലോട്ടാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് എടുത്തിട്ട് അഡീഷൻ നടത്തി കഴിഞ്ഞാൽ ചെയ്യാം. 1 multiplied by 2 raised to 3 plus 0 multiplied by 2 square plus 1 multiplied by 2 power 1 plus 0 multiplied by 2 power 0 will get a decimal equivalent. But ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബേസ് 4ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കൺവേർഷൻ പ്രൊസീജിയർ എന്താണ്? ആദ്യം നമ്മൾ ഗിവൺ ബൈനറി നമ്പറിനെ 1010നെ എങ്ങോട്ട് മാറ്റും? ഡെസിമലിലോട്ട് മാറ്റും അല്ലേ? എത്ര ഡെസിമൽ വരിക? 1 multiplied by 2 power 3 plus 0 multiplied by 2 power 2 plus 1 multiplied by 2 power 1 plus 0 multiplied by 2 power 0. That will give me decimal 8
plus 0 plus 2 plus 0 decimal equal to 10 decimal. Then I will convert back to base 4 by continuous division. 2 4s are 8, balance 2. 2 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, so I will write 2 as such. Okay. നമ്മൾ ബോട്ടം ടു ടോപ്പ് ആണോ ടോപ്പ് ടു ബോട്ടം ആയിരുന്നു എഴുതാം. ബോട്ടം ടു ടോപ്പ്, bottom to top. So this is 2 2 4, right, bottom to top. Right, അപ്പം നമ്മൾ ഡെസിമൽ ആക്കണം, ഡെസിമൽ പിന്നെ കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് ബേസ് 4 കൊണ്ടുവരണം. അപ്പോൾ അത് കൂടുതൽ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സപ്പോസ് ഐ ഹാവ് 1 0 1 0 1 0 1 0 1 0, അത്രയും ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈക്വൽ ടു എ ബേസ് 4 നമ്പർ അല്ലേ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഈ ബേസ്, രണ്ട് ബേസുകളും തമ്മിൽ 2ന്റെ പവർ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നോക്കിയാൽ നിങ്ങൾ ഇവിടെ ബേസ് 2 ആണ്, ആ ബേസിന്റെ പവർ 2 ആണ് സെക്കൻഡ് ബേസ് അല്ലേ. ഓർ R1 ബേസ് പവർ 2 ഈക്വൽ ടു ദ ബേസ് R2 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. R1ന്റെ സ്ക്വയർ ആണ് സെക്കൻഡ് ബേസ് അല്ലെ. ആ രീതിയിൽ വരുന്ന കൺവേർഷൻസ് ആണെങ്കിൽ, പവർ 2 ആണ് റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ, നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 വെച്ചിട്ട് ബ്രാഞ്ച് ചെയ്യാം. ഓക്കെ ആണോ? 2 വെച്ചിട്ട് നമുക്ക് ബ്രാഞ്ച് ചെയ്യാം. അപ്പൊ 2 വെച്ച് ബ്രാഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് 0 0 എന്ന് പറഞ്ഞാൽ എത്ര ഡെസിമൽ ഈക്വലന്റ്? 0 ആണ്. 0 1 ആണെങ്കിൽ എത്ര ഡെസിമൽ ഈക്വലന്റ്? 1 ആണ്. 1 0 ആണെങ്കിൽ ഡെസിമൽ ഈക്വലന്റ് എത്രയാ? 2 ആണ്. 1 1 ആണെങ്കിൽ ഡെസിമൽ ഈക്വലന്റ് 3 ആണ്. 2 ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 4 കോമ്പിനേഷൻസ് എഴുതാൻ പറ്റും. 0 0 to 1 1. അപ്പം 0 0 ആണെങ്കിൽ എല്ലാ ഡിജിറ്റും 0 ആയതുകൊണ്ട് ഡെസിമൽ ഈക്വലന്റ് 0 തന്നെ ആയിരിക്കും. 0 1 ആണെങ്കിൽ 1 ആയിരിക്കും. 1 0 ആണെങ്കിൽ 2 plus 0 2 ആയിരിക്കും. 1 1 ആണെങ്കിൽ 1 into 2 power 1 plus 1 into 2 power 0. 2 power 1 2 ആണ്, പ്ലസ് 2 power 0 1 ആണ്. 2 plus 1 3 ആണ്. അപ്പൊ നമ്മൾ ബ്രാഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടുന്ന് 1 0, that 1 0 is equivalent to എന്താണ്? 2 ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ 2 എന്ന് എഴുതാം. സെക്കൻഡ് 2 ഒരുമിച്ച് ബ്രാഞ്ച് ചെയ്യുമ്പോൾ അതും 1 0 ആണ്. സോ യു കൻ ഡയറക്ട്ലി റൈറ്റ് ഇറ്റ് ആസ് 2. അപ്പം ഏത് പവറിലാണോ റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് അത്രയും ഡിജിറ്റ്സ് വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബ്രാഞ്ച് ചെയ്യാം. അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ ഈക്വലന്റ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ആ ഡെസിമൽ ഈക്വലന്റ് അതേപോലെ ഇവിടെ എഴുതിയാൽ മതി. അപ്പം രണ്ടാമത്തെ പ്രോബ്ലത്തിൽ, ലെങ്തി ഉള്ള പ്രോബ്ലത്തിൽ 2 വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യും. 1 0 is corresponding to 2, another 1 0 2, another 1 0 2, another 1 0 2, another 1 0 2. So it is 2 2 2 2 and 2. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം, ഇങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇഫ് ഐ ഹാവ് 1 1 0 1 1 1 0 0 1 0 1 0, ബേസ് 2 ബേസ് 4 ഈക്വലന്റ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ബേസ് പവർ 2 ആയിട്ടാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക. 2 power 2 is 4. സോ 2 വെച്ചിട്ട് ബ്രാഞ്ച് ചെയ്യണം. 1 0 is equivalent to 2, another 1 0 is equivalent to 2 decimal, another 0 0 is equivalent to 0, 1 1 is equivalent to 3. ബേസ് 4 3 വാലിഡ് സിമ്പിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. 0 1 is corresponding to 1, 1 1 is corresponding to again 3. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബ്രാഞ്ച് ചെയ്തിട്ട് എഴുതാം. ദിസ് മെത്തഡ് ഇസ് നോട്ട് റിക്വയർഡ്. ക്ലിയർ ആണോ? ബ്രാഞ്ച് ചെയ്യുന്നത് പവറിനനുസരിച്ചിട്ടാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ബേസ് ഏത് പവർ വെച്ചിട്ടാണോ റിലേറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ ആണോ? സിമിലർലി നിങ്ങളോട് ബേസ് 8 ചിലപ്പോൾ കൺവേർട്ട് ചെയ്യാൻ ചോദിക്കും. ബൈനറി ടു ഒക്ടൽ ഓർ ബൈനറി ടു ബേസ് 8. അപ്പൊ നിങ്ങൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം?
2 to 8 ആണെങ്കിൽ 3 വെച്ചിട്ട് ബ്രാഞ്ച് ചെയ്യണം. ശരിയല്ലേ? നിങ്ങൾ കോപ്പി ചെയ്തോ. ലെറ്റ് us have another question. Question number 4. ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞോ? ഡൺ. കോപ്പി ചെയ്തോ. ബാക്കിയുള്ളവരോട് പറഞ്ഞ് ഡൺ. യെസ്. Let us have another one. Question number 4. Question number 4. I have 1 0 1 0 1 1 1 1 0 1 0 1 1. That is in binary. And I am looking for an equivalent base 8 number. Base 8 number. 3 വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത് അല്ലേ? Base 8 number. 2 power 3 is equal to 8. So 3 digits വെച്ചിട്ട് വേണം ബ്രാഞ്ച് ചെയ്യാൻ. Another 3, another 3, another 3. ബേസ് 8. അപ്പൊ 3 ഡിജിറ്റ്സ് ബൈനറിയുടെ ഈക്വലൻസ് നിങ്ങൾക്ക് ഓർമ്മ വേണം. ഡയറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്ത് ഒരുപാട് സമയം എടുക്കും. ഇതാണ് 3 ഡിജിറ്റുള്ള 8 കോമ്പിനേഷൻ. ഇതിന്റെ ഈക്വലന്റ് 0 ഡെസിമൽ ആണ്. ഇത് എത്രയാണ്? 1 ഡെസിമൽ ആണ്. ഇത് 2 ഡെസിമൽ ആണ്. ഇത് 3 ഡെസിമൽ ആണ്. 3 കഴിഞ്ഞാൽ പിന്നെ 4 ഡെസിമൽ ആണ്. 5, 6 ഡെസിമൽ ആൻഡ് 7 ഡെസിമൽ. നമുക്കറിയാവുന്നതാണ്. Right? 7 decimal. Okay. So branching with 3 digits at a time. എന്താ നിങ്ങൾ ആൻസർ വരെ കുട്ടികളെ പറഞ്ഞ നിങ്ങൾ? എന്താ ആൻസർ വരാ? 12753. Very good. So this is corresponding to 3 decimal. This is 5. This is 7. This is 2. ലാസ്റ്റ് നമുക്ക് എന്താ ഉള്ളൂ? ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ബൈ ഡിഫോൾട്ട് ഇത് എന്തായിരിക്കും? 00 ആയിരിക്കും. സോ ദാറ്റ് കറസ്പോണ്ടിങ് ടു 1. സോ 1 2 7 5 3. ബേസ് 8. Base 8. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാവുന്നതുള്ളൂ ബൈ ബ്രാഞ്ചിങ്. തെറ്റിക്കരുത്. സാറ് ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്ന് പറയരുത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ബേസിന്റെ R1ന്റെ പവർ ആയിരിക്കണം റൈറ്റ് ഹാൻഡ് സൈഡിലെ ബേസ് R2. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. റൈറ്റ്? ബേസ് 2 ബേസ് 3 ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബേസ് 2 ബേസ് 5 ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല. റൈറ്റ്? It should relate through the power. 2 power 3 is 8. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ബേസ് n അഡീഷൻ നമ്മൾ പഠിച്ചു, കൺവേർഷൻ പഠിച്ചു. കൺവേർഷനിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്ന മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. അതിൽ ബേസ് R അഡീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. ഫ്രാക്ഷൻ ആണെങ്കിലും നിങ്ങൾ കൺവേർട്ട് ചെയ്യും, ഫ്രാക്ഷൻ ഇല്ലെങ്കിലും നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ അറിയാം. റൈറ്റ്? നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ഓക്കെ. ബേസ് ആർ അഡീഷൻ നമ്മൾ പറഞ്ഞു, കൺവേർഷൻസ് പറഞ്ഞു. ഓക്കെ. So let us have one question based on conversion of bases. Question number 5. Question number 5. So you are given with an equation. That equation is 1 3 5 base x plus 1 4 base x addition ആണ് equal to 3 2
3 base x. Find the value of base x. And you are given with 4 options. 4 options. Options are 2, 3, 5, 6. Or I will make it as 4, 5, 6, 7. 4 options. 4, 5, 6, 7. Identify the value of base x. അതിന് എം എസ് ആൻസർ പറഞ്ഞത് ബേസിന്റെ വാല്യൂ ആണ് 4 ആണോ? 4 ആണോ? ചെക്ക് ചെയ്യണം, എനിക്കറിയില്ല. ചെക്ക്. 4 ഓപ്ഷൻസ് ഉണ്ട്. 4, 5, 6, 7. 4 ആണെന്നുള്ളത് നമുക്ക് നോക്കാം. റൈറ്റ്. എങ്ങനെ സോൾവ് ചെയ്യാം? ഹൗ ടു സോൾവ് ദിസ്? സി ആണോ 6 ആണോ? എങ്ങനെ സോൾവ് ചെയ്യാൻ? നമ്മൾ സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലെറ്റ് us check this. 6 ആൻസർ ചെയ്യുന്നു. റൈറ്റ്. 4 ആൻസർ ചെയ്യുന്നു. റൈറ്റ്. ലെറ്റ് us check. വളരെ സിമ്പിൾ ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വാലിറ്റീസ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡെസിമൽ ഈക്വലന്റും റൈറ്റ് ഹാൻഡ് സൈഡിന്റെ ഡെസിമൽ ഈക്വലന്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഡെസിമൽ ഈക്വലന്റ് എടുക്കുമ്പോൾ 1 into x squared base power 2 plus 3 multiplied by x power 1 plus 5 multiplied by x power 0, addition with 1 into x power 2 plus 4 into x power 1 plus 4 into x power 0 equal to right hand side la 3x squared plus 2x power 1 plus 3x. So 1x square, another 1x square, 2x squared plus 3x plus 4, another 4x, 7x plus 5 into x power 0 is 1. So 5 plus 4, 9 equals to 3x square, 2x plus 3 and all. Sorry, right. 3. That's equal to 3x square plus 2x plus 3. Rearranging the terms. Moving to the right hand side, x square minus 5x minus 6 equal to 0. Right. And you will have two solutions, a quadratic equation. What are the two solutions? The solution ഉണ്ടാവുമല്ലോ. ഏതൊക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻ വന്നത്? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണോ? എന്തായാലും ഒരു സൊല്യൂഷൻ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 6 വാലിഡ് ആണ് അല്ലേ? 6 സ്ക്വയേർഡ് minus 5 into 6 minus 6 will give me 0. 36 minus 30 minus 6 will give me 6. രണ്ടാമത്തെ സൊല്യൂഷൻ ഏതാണെന്ന് അറിയാൻ കിട്ടിയിട്ടുണ്ടോ? എക്സിന്റെ അനദർ സൊല്യൂഷൻ, സെക്കൻഡ് സൊല്യൂഷൻ ക്വാഡ്രാറ്റിക് ആണ്. രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും. Right, very good. 6 and minus 1. Right. So minus 1 square is plus 1 plus 5 minus 6 equal to 0. Right. So plus 6 and minus 1. Minus 1 base 0. So right choice is base x equal to 6. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. റൈറ്റ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു 10:40 ഒക്കെ ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണോ? എനിക്കൊരു സംശയങ്ങൾ വല്ലതും ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? സോ നമ്മൾ കൺവേർഷൻ പഠിച്ചു, അൺനോൺ ബേസ് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോബ്ലം ഇപ്പം ചെയ്തു, ബേസ് ആർ അഡീഷൻ പഠിച്ചു. ഏത് ബേസിൽ അഡീഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പഠിച്ചു.
right? So let us have a short break. Okay, we'll meet at 10:40. Okay, now, right.
കണ്ടിന്യൂ ചെയ്തല്ലോ നമുക്ക്. ലെറ്റ്സ് കണ്ടിന്യൂ. എല്ലാവരും തിരിച്ചെത്തിയോ? യെസ്. കണ്ടിന്യൂ ചെയ്യാം അല്ലേ? റൈറ്റ്. ഓക്കെ. Okay, right. Let us have question number 6. Question number 6. Identify the value of xy in the expression given below. Identify the value of xy in the expression given below. To base 7 to base 7 plus 1 base 8 equal to xy base 10. Find the value of xy. xy for options 40, 60, 70, 80. Answers? Yes, very good. 7, 0, decimal. So right hand side is a decimal number. So it is better to convert all these into decimal number. 44 base 5 എന്ന് പറഞ്ഞാൽ ബേസ് 5-ലെ 2 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹയസ്റ്റ് നമ്പർ ആണ് അല്ലേ? അപ്പൊ അതിന്റെ ഡെസിമൽ ഈക്വൽ എത്രയായിരിക്കും? 5 സ്ക്വയർ മൈനസ് 1, 25 മൈനസ് 1, ദാറ്റ് ഈസ് 24 ഡെസിമൽ. 33 ബേസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയൊന്നുമില്ല, കൺവേർട്ട് ചെയ്യണം. 3 into 6 plus 3 into 6 power 0. So 18 plus 3, 21 decimal. Okay. Plus 2 to 7 വേറെ വഴിയൊന്നുമില്ല, കൺവേർട്ട് ചെയ്യണം. 2 into 7, 14 plus 2 into 7 power 0. 14 plus 7 again 16 അല്ലേ? 14 plus 2, 16. 16 decimal. Then 118 is 8 plus 1, that is 9 decimal. So adding together 24, 44, 45, 55, 61 plus 9, 70 decimal. So right choice is third option, 70. Right? Okay, hello. Right. So let us move to next one. Question number 7. Identify the value of base R. Identify the value of base R. 3 to 1 base R plus 3, 4, 5 base R equals 6, 6, 6 base R. Identify the value of base R. 4 options. 3, 5, 6, 7. സിക്സ് ആണ് അല്ലെ? ഈസി ആയിട്ട് ചെയ്യാം അല്ലെ? എന്താ നിങ്ങൾ ചെയ്തത്? 3 ബേസ് ആവാൻ പറ്റുമോ? ഇവിടെ 6 ഉപയോഗിച്ചിട്ടുണ്ട്. 3 ആവാൻ പറ്റുമോ? 6 ഒരു സിമ്പിൾ ആയിട്ട് വന്നു.
So R should be, of course, greater than 6. അല്ലേ? അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 7 എന്ന് ടിക്ക് ചെയ്യാം. ഓക്കെ, സപ്പോസ് യുവർ ഓപ്ഷൻസ് ആർ ലൈക്ക് ദിസ്: 7, 8, 9, and R should be greater than 6 or greater than or equal to 7. ഈ 4 ഓപ്ഷൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യും? 4 ഓപ്ഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഓപ്ഷൻ ഡി അല്ലേ? എങ്ങനെ ഇത് കൺവേർട്ട് ചെയ്യാം? നമ്മൾ എങ്ങനെ ഇത് ചെയ്യുക? ആക്ച്വലി എങ്ങനെ സോൾവ് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡെസിമലിലോട്ട് മാറ്റുമ്പോൾ 3r² വരും അല്ലേ? ഫസ്റ്റ് ടേം 2r വരും, +1 വരും ഡെസിമൽ. ശരിയല്ലേ? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യും. പ്ലസ് അഗൈൻ 3r² +4r +5 decimal equals 6r² +6r +6 decimal. ശരിയല്ലേ? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യും. Adding together 3 + 3 6r², 2 + 4 again 6r, 1 + 5 again 6 decimal equals right hand side is 6r² +6r +6 decimal. So left hand side is same as right hand side. R ന്റെ ഏത് വാല്യൂന് വേണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? R 0 ആവാം, R 1 ആവാം, R 2 ആവാം. പക്ഷേ 0 ബേസ് ആവാൻ പാടുണ്ടോ? ഇല്ല. R 1 ആവാൻ പാടുണ്ടോ? ഇല്ല. 2 ആവാൻ പാടില്ല. R should be greater than 6 അല്ലേ? R 7 ആവാം. R 8 ആയ കുഴപ്പമുണ്ടോ? 8 ആവുന്നുണ്ട്, കുഴപ്പമുണ്ടോ? 8 ആവാം, 7 ആവാം, 9 ആവാം, R 10 ആവാം, എന്ത് വേണമെങ്കിൽ ആവാം അല്ലേ? അപ്പൊ കറക്റ്റ് ചോയ്സ് എന്തായിരിക്കണം? R should be greater than 6 അല്ലേ? അല്ലെങ്കിൽ R should be greater than or equal to 7. So option T, R should be greater than 6 or R should be greater than or equal to 7. Okay ആണോ? ക്ലിയർ ആണോ? So converting into decimal and equating, then solving for base R. Let us have a next one. Next question. Clear ആണല്ലോ അല്ലേ? Okay അല്ലേ? Next one, question number 7. 7th one. Right. Given 302 base R upon let us take 20 base R division, and that result is also given 12.1 in the same base R, and you are asked to identify the base R. Base R. Options are 4, 5, 6 and 8. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം, ക്രോസ് പ്രൊട്ടക്റ്റ് എടുക്കാം, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം, ദെൻ സോൾവ് ഫോർ ആർ. ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ആറിന്റെ ടേംസിലായിരിക്കും ആറ് സോൾവ് ചെയ്യുക. So numerator 3r² + 0 multiplied by r power 1 plus 2 multiplied by r power 0 upon 2r plus 0 decimal. Right hand side 1 into r power 1 plus 2 into r power 0 plus, you should take care of the sign, plus നേരത്തെ ഞാൻ പറഞ്ഞു ഡെസിമൽ പോയിന്റ് വരുമ്പോൾ അഡീഷൻ ആണ്, പ്ലസ് 1 multiplied by r power next power, that is minus 1 for fraction. So this is an addition.
solve for R and provide your answers. Yes, very good. Actually, it's 4. So 3R square plus 2 equals R plus 2 plus 1 by R, okay, multiplied by 2R, taking this to the right hand side. So 3R square plus 2 equals 2R squared plus 4R plus 2. Rearrange the terms. R square, 3 minus 2 is 1, R square minus 4R, 2 minus 2 will be 0, equal to 0. It implies R multiplied by R minus 4 equal to 0. That implies R should be either 0 or R should be equal to 4. And 0 cannot be the base, and 0 is not present in the options. So right choice is R equal to 4. Right? Converting into decimal, rearranging the terms, solving for R. You should take care that fraction point will be an addition. Right? Addition. Okay, clear? Copied. Done. ഓക്കെ അല്ല എക്സ്പ്ലെയിൻ ചെയ്യണോ അത് വീണ്ടും നിങ്ങൾ ഓക്കെ ആണോ ബാക്കിയുള്ളവര്? ഞാൻ പറഞ്ഞു നിങ്ങളെ ഫേസ് എക്സ്പ്രഷൻസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണോ? എനി ഇഷ്യൂസ്, എനി പ്രോബ്ലംസ്? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലൂടെ പോകാം. വി ഹാവ് സം ഡിഫറെന്റ് പ്രോബ്ലം. നെക്സ്റ്റ് വൺ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. Question number 8. Question number 8. Question number 8. Given that 7 3 to the base x, 7 3 to the base x equals 5 4 to the base y. 5 4 to the base y. The possible values of x and y are the possible values of x and y are, and you are given with 4 options: 8 and 11, 9 and 13, 10 and 12, then 8 and 16. The possible values of x and y. അതായത് വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ എക്സിനും വൈക്കും ഡിഫറെന്റ് വാല്യൂസ് ഒക്കെ വരുമ്പോൾ ഇത് ഹോൾഡ് ചെയ്യാലോ. ഏതൊക്കെ പോസിബിൾ വാല്യൂസ് ആണ് എക്സിനും വൈക്കും വരിക, ഓർ എത്ര എക്സ് വാല്യൂസ് ഉണ്ടാവും കറസ്പോണ്ടിങ് വൈ വാല്യൂസ് ഉണ്ടാവും, സോ ദാറ്റ് ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ് ഓൾവേസ്. ഓക്കെ എത്ര വാല്യൂസ് എന്നല്ല, സോറി, എക്സിന്റെയും വൈന്റെയും വാല്യൂസ് 4 ഓപ്ഷൻസ് തന്നതുകൊണ്ട് എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ആണ് തന്നിട്ടുള്ളത് ഓപ്ഷൻസിൽ, എക്സ് ആൻഡ് വൈ. ഓക്കെ, സോ ഈ പെയേഴ്സിൽ ഏതാണ് വാലിഡ് ആയിട്ടുള്ളൊരു പെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് എക്സ് വൈ വാല്യൂസ് അല്ല,
എക്സിൻ്റെയും വൈൻ്റെ ഏത് വാല്യൂലാണ് ഈ ഇക്വേഷൻ വാലിഡ് ആവുക ഫ്രം ഔട്ട് ഓഫ് ദ ഗിവൺ 4 ഓപ്ഷൻസ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബി 7x പ്ലസ് 3, റൈറ്റ് ഹാൻഡ് സൈഡിൽ 5y പ്ലസ് 4. സോ 7x മൈനസ് 5y ഈക്വൽ ടു 1. 7 times x minus 5 times y should be always equal to 1, positive 1, right? Right, so 7 into 8 minus 5 into 11, 56 minus 55 would be positive 1. So as you said, first option is a valid option. അപ്പോൾ ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു, റൈറ്റ് ആൻസർ അറൈവ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. റൈറ്റ്, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ വി ആർ leaving that number system part, base conversion, arithmetic, base and addition or base or addition, conversion between bases, identifying unknown base, right? Questions വരാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. റൈറ്റ്, next topic is r minus 1's complement, r minus 1's complement and r's complement of a number. R minus 1's complement and r's complement of a number, where r is the base. R implies the base of a number system. So next topic is r minus 1 and r's complement of a number. Here r implies the base of a number system. Right, വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്. നമുക്കിതിൽ നമുക്ക് ബേസ് തുടങ്ങുന്ന 2ലാണ്, ബൈനറി ആണ്. സോ 2's complement, r's complement ഈക്വലന്റ് ആയിട്ട് r minus 1 ആകുമ്പോൾ അത് 1's complement, ബേസ് 3ലോട്ട് പോകുമ്പോൾ 3's complement ഈക്വലന്റ് ടു r's complement, 2's complement corresponding to r minus 1's complement, ബേസ് 3 ആണെങ്കിൽ. ബേസ് 4ൽ 4's complementum 3's complementum, ബേസ് 10ലോട്ട് പോവുകയാണെങ്കിൽ 10's complement and 9's complement. അപ്പോൾ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് കോംപ്ലിമെന്റ്സ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. റൈറ്റ്, ജനറൽ ആയിട്ട് നമ്മൾ r minus 1's complement, r minus 1's complement of a digit നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പം അത് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്നുള്ളൂ. r minus 1's complement, ബേസ് 2 ആണെങ്കിൽ ബൈനറി ആണെങ്കിൽ 1's complement, ബേസ് 3 ആണെങ്കിൽ 2's complement, ബേസ് 10 ആണെങ്കിൽ 9's complement ഈസ് നത്തിങ് ബട്ട് ബേസ് മൈനസ് 1, ബേസ് മൈനസ് 1 മൈനസ് ദ നമ്പർ. ഏത് ഡിജിറ്റ് ആണോ ആ ഡിജിറ്റ്. ഫോർ എക്സാമ്പിൾ, 1's complement of 0 will be 1's complement of 0. 1's complement എന്ന് പറഞ്ഞാൽ r minus 1's complement ആണ്, ബേസ് 2 ആണ്. ഓക്കെ, സോ 0യുടെ 1's complement എന്ന് പറഞ്ഞാൽ ബേസ് മൈനസ് 1, ദാറ്റ് ഈസ് 2 മൈനസ് 1, ദാറ്റ് ഈസ് 1 മൈനസ് ദ നമ്പർ. നമ്പർ എന്താണ്? 0 തന്നെയാണ്. വിൽ ഗിവ് മീ a 1. നിങ്ങൾക്കറിയാവുന്നതാണ്. സിമിലർലി r's complement of a number is nothing but r minus 1's complement ആദ്യം കണ്ടെത്തും,
r minus 1's complement, okay, complement plus 1. ഓക്കെ ആണോ? ആർ മൈനസ് വൺസ് കോംപ്ലിമെന്റ് കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പം ആർസ് കോംപ്ലിമെന്റ് കിട്ടും. ബൈനറിയുടെ കേസിൽ ആർസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ടൂസ് കോംപ്ലിമെന്റ് ആണ്. ടൂസ് കോംപ്ലിമെന്റ് ഓഫ് എ സീറോ ഈസ് നത്തിങ് ബട്ട് വൺസ് കോംപ്ലിമെന്റ് ഓഫ് സീറോ, ദാറ്റ് ഈസ് 1 പ്ലസ് എ 1. നമ്മളൊരു ഡിജിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. 1 plus 1 will be 0. Right? So r minus 1's complementum r's complementum. R's complement evaluate ചെയ്യാൻ വേണ്ടിയിട്ട് r minus 1's complement കണ്ടെത്തുക. Then take an addition with 1 and take only that particular digit. കുറച്ച് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ആർസ് കോംപ്ലിമെന്റ് ആൻഡ് ആർ മൈനസ് കോംപ്ലിമെന്റ് ശ്രദ്ധിച്ചിരിക്കുക. ഡിജിറ്റ് വൈസ് ആണ് സബ്ട്രാക്ഷൻ. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. റൈറ്റ്. So let us take a base 4 number. Base 4 number. ഇതിന്റെ 3's complement എത്രയായിരിക്കും കുട്ടികളെ? 3's complement. 3 base 4ന്റെ 3's complement എത്രയായിരിക്കും? ഡിജിറ്റ് വൈസ് സബ്ട്രാക്ഷൻ ആണ്. ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് ആർ മൈനസ് 1 നമ്മൾ എഴുതും. ആർ മൈനസ് 1. r equal to 4 ആണ്. r minus 1 3 ആയിരിക്കും. സോ 3 എഴുതും. അതിൽ നിന്ന് നമ്മൾ ദ നമ്പർ, ഏതാ നമ്പർ? 3 തന്നെയാണ് നമ്പർ. അത് സബ്ട്രാക്ട് ചെയ്യും. റൈറ്റ്. സോ 3 minus 3 will be 0. Again 3 minus 3 will be 0. So 3's complement of 3 base 4 is 0 0. Right. ഇതിന്റെ ഫോർത്ത് കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഫോർത്ത് കോംപ്ലിമെന്റ് will be 3's complement plus a1 will give me 0 1 will be my fourth complement in base 4 system. Base 4 system. ഇപ്പൊ ഫോർമുല ഓർത്ത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഏത് ബേസ് ആണോ നമ്പർ ആ ബേസ് മൈനസ് 1 എടുക്കാം. ഇൻഡിവിജ്വൽ ഡിജിറ്റ്സ് സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് ബേസ് മൈനസ് 1's കോംപ്ലിമെന്റ് കിട്ടും. Let us take another example. 9's complement of 1 2 3 4 decimal. അതിന്റെ 9's complement എന്തായിരിക്കും? 9's എന്ന് പറഞ്ഞാൽ r minus 1's complement ആണ് അല്ലെ? അപ്പൊ ബേസ് മൈനസ് 1 നമ്മൾ ഇവിടെ എങ്ങനെ എഴുതും? എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 ഡിജിറ്റ് മൈനസ് ദ നമ്പർ അവിടെ എഴുതും 1 2 3 4. ഡിജിറ്റ് വൈസ് സബ്ട്രാക്ട് ചെയ്യും. 9 minus 4 5, 9 minus 3 6, 9 minus 2 7, 9 minus 1 8. That will be my 9's complement. 10's complement ആണെങ്കിൽ എത്രയായിരിക്കും? പ്ലസ് 1 കൂടെ ചെയ്യണം അല്ലെ? r's complement is nothing but r minus 1's complement plus 1. So it will get 8 7 6 6 is my 10's complement. ഓക്കെ. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഫോർമുല ഓർത്തിരുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. Let us take another example. 5's complement of a number 4 to base 6 എത്രയായിരിക്കും? 5's complement base 6 ആണ്. 5's complement implies base minus 1's complement. നമ്മൾ എന്ത് എഴുതും? 5ഉം 5ഉം എഴുതും അല്ലെ? ബേസ് മൈനസ് 1 ഇൻഡിവിജ്വൽ ഡിജിറ്റ് ആയിട്ട് എഴുതും. മൈനസ് ദ നമ്പർ ദാറ്റ് ഈസ് 42. ഓക്കെ. So 5 minus 2 is 3, 5 minus 4 is 1. So 1 3 base 6 is ഏത് കോംപ്ലിമെന്റ് ആണ്? 5's complement of 42 base 6. 6 complement will be plus 1, that is 1 4 base 6. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. റൈറ്റ്. റൈറ്റ്. ഓക്കെ. അപ്പൊ അതിൽ നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ബൈനറി കേസിലാണ്. 1's കോംപ്ലിമെന്റും 2's കോംപ്ലിമെന്റും കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണം. സോ ക്വസ്റ്റ്യൻ നമ്പർ 9.
Number 9. Identify the ones complement of 1 0 1 0 1 0 1 1 base 2. Arjun ചോദിച്ചിരിക്കുന്നത് 5's complement base 5. ലാസ്റ്റ് പ്രോബ്ലം ആയിരുന്നോ? റൈറ്റ്. അല്ല ഇത് ബേസ് 6 ആണ്. ബേസ് 6. സോ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് r മൈനസ് 1's കോംപ്ലിമെന്റ് ആണ്. ബേസ് 6ലെ നമ്പറിന്റെ 5's കോംപ്ലിമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. 5's കോംപ്ലിമെന്റ് ഇൻ ബേസ് 5 ചോദിക്കുന്നതിൽ കുഴപ്പമില്ല. അത് r's കോംപ്ലിമെന്റ് ആയിരിക്കും. അതാണ് നമ്മൾ ബേസ് 6ന്റെ 6 കോംപ്ലിമെന്റും കൂടെ ഇവിടെ കണ്ടെത്തി. ഓക്കെ, ബേസ് 6ലെ നമ്പർ ആണ്. അപ്പൊ അതിന് രണ്ട് കോംപ്ലിമെന്റ്സ് ഡിഫൈൻഡ് ആണ്. ഒന്ന് 6 കോംപ്ലിമെന്റും ഒന്ന് 5's കോംപ്ലിമെന്റും. ഒന്ന് r's കോംപ്ലിമെന്റും ഒന്ന് r മൈനസ് 1's കോംപ്ലിമെന്റ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് r മൈനസ് 1's കോംപ്ലിമെന്റ് ആണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ കണ്ടെത്തി. അതിൽ 6 കോംപ്ലിമെന്റും ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് നമ്മൾ അതുകൂടെ കണ്ടെത്തി. 1 4 base 6. ഓക്കെ, സോ 1's കോംപ്ലിമെന്റ് ഓഫ് 1 0 1 0 1 0 1 1. അപ്പൊ നമ്മൾ ഡിജിറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും. എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 6 7 8 ഡിജിറ്റ് ഉണ്ട്. 1 2 3 4 5 6 7 8 ഡിജിറ്റ്സ് ഉണ്ട്. അതിന് താഴെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള നമ്പർ എഴുതും ഡിജിറ്റ്സ് ആയിട്ട്. 1 0 1 0 1 0 1 1. സബ്ട്രാക്ട് ചെയ്യും. 1 minus 1 is 0, 1 minus 1 is 0, 1 minus 0 is 1, 1 minus 1 0, 1 minus 0 1, 1 minus 1 0, 1 minus 0 1, 1 minus 1 is 0. അപ്പൊ ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം നോക്കിയേ. ബൈനറിയുടെ കേസിലാണെങ്കിൽ 1's കോംപ്ലിമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് 1 ഒക്കെ എന്താക്കി മാറ്റി എഴുതാം? 0s ആക്കി എഴുതാം. 0s ഉണ്ടെങ്കിൽ എന്താ മാറ്റി എഴുതാം? 1 ആക്കി മാറ്റി എഴുതാം അല്ലെ? 1 back to 0, 0 convert back to 1, 1 back to 0, then this 0 converted to 1, this one is converted to 0. അപ്പം ബൈനറിയിലാണ് കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ബൈനറി നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 1's 0's 0's 1's ആക്കി വെച്ച് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? To take the 1's complement of a binary number, just flip the bits. 1 0 ആക്കുക, 0 1 ആക്കി മാറ്റുക. ക്ലിയർ ആണോ? 1's complement of a binary number ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പൊ ഇത് സെയിം പ്രോബ്ലത്തില് 2's complement എന്താ വരിക കുട്ടികളെ? What is the 2's complement of this number? 2's complement എന്ത് വേണം? 1's കോംപ്ലിമെന്റ് പ്ലസ് 1 വേണം അല്ലെ? ശരിയല്ലേ? പ്ലസ് 1 പ്ലസ് 1. അപ്പൊ എന്താ റിസൾട്ട് വരിക നോക്കിയാൽ നിങ്ങൾ? 0 1 0 1 0 1 0 ആൻഡ് 1. 1's കോംപ്ലിമെന്റ് കണ്ടെത്തിയിട്ട് അതിന്റെ കൂടെ ഒരു വാർഡൻ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് 2s കണ്ടെത്താം. 2s. So that will be 0 1 0 1 0 1 0 1 പ്ലസ് 1. ഓക്കെ, അപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെ പ്ലസ് 1 ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 2's കോംപ്ലിമെന്റ് അറൈവ് ചെയ്യാം. അപ്പൊ ഗിവൺ നമ്പർ ശ്രദ്ധിച്ചിരിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. 1 0 1 0 1 0 1 1 ആയിരുന്നു ഗിവൺ നമ്പർ. ശ്രദ്ധിച്ചിരിക്കണേ. So to take the 2's complement directly from the given bit pattern, എന്ത് ചെയ്താൽ മതി? We'll start from the right extreme. ഇവിടുന്ന് ട്രാവൽ ചെയ്യും towards left. റൈറ്റ് എന്ന് ലെഫ്റ്റിലോട്ട് ട്രാവൽ ചെയ്യും. ഫസ്റ്റ് 1 കാണുന്നവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് ട്രാവൽ ചെയ്യും. ആദ്യത്തെ 1 വരുന്നവരെ നമ്മൾ ബിറ്റ്സ് അതുപോലെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഫസ്റ്റ് ബിറ്റിന് എന്താണ്? 1 ആണ്. അതുവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കോംപ്ലിമെന്റ് ചെയ്യും. ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻഡ് ദാറ്റ് വിൽ ബി മൈ 2's കോംപ്ലിമെന്റ്. നോക്കിയാൽ നിങ്ങൾ 0 1 0 1 0 1 0 1 ആയിരുന്നു 2's കോംപ്ലിമെന്റ്. 0 1 0 1 0 1 0 1 and that is same as 0 1 0 1 0 1 and a 0 1.
എന്താ നമ്മൾ ചെയ്തത്? റൈറ്റ് സൈഡിൽ നിന്ന് ട്രാവൽ ചെയ്തു. ഫസ്റ്റ് 1 കാണുന്നവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് 1 വന്നതിന് ശേഷം എല്ലാ ബിറ്റ്സ് എന്ത് ചെയ്യുന്നു? കോംപ്ലിമെന്റ് ചെയ്യുന്നു. 1 ആണെങ്കിൽ 0 ആക്കി മാറ്റുന്നു, 0 ആണെങ്കിൽ 1 ആക്കി മാറും. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഡോണ്ട് വറി. ലെറ്റ് us take another example. ഇത് നിങ്ങൾ കോപ്പി ചെയ്ത് കഴിഞ്ഞോ? കോപ്പീഡ്? ലാസ്റ്റ് സ്ലൈഡ്. റൈറ്റ്. കൺഫ്യൂഷൻ ഉള്ളവർ ഹോൾഡ് ചെയ്യാം. We'll have another problem. Question number 10. Question number 10. Obtain the 2's complement of the number 10100. Obtain the 2's complement of the number 10100. എന്തായിരിക്കും? നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ട്രാവൽ ചെയ്യും. സോ ഫസ്റ്റ് 0 ആണ്, അത് അതുപോലെ റിപ്പീറ്റ് ചെയ്യും. വീണ്ടും 0 ആണ്, അത് അതുപോലെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, റിപ്പീറ്റ് ചെയ്യും. പിന്നെ ഒരു 1 കാണുന്നുണ്ട്, അതും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതിനുശേഷം ഒരു 1 വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബിറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? കോംപ്ലിമെന്റ് ചെയ്യും. റൈറ്റ്. സോ ദിസ് വിൽ ബി മൈ 2's complement. നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്താലും അത് തന്നെയാണ് കിട്ടുക. ഗിവൺ നമ്പർ 10100 ആണ്. അതിന്റെ 1s 0 1 0 1 1 ആയിരിക്കും. അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പം 1 + 1 0, carry 1, 1 + 1 0, carry 1, will get a 1 0 1. So 0 1 1 0 0. അപ്പൊ 2's complement കണ്ടെത്താൻ വേണ്ടി ഈസിയുള്ള ടെക്നിക് ഉണ്ട്. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാം. ഫസ്റ്റ് 1 കാണുന്നത് വരെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് 1 അപ്പിയർ ചെയ്താൽ അതിനുശേഷം എന്ത് ചെയ്യാം? കോംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Let us have another question. 1 4 zeros. What will be its 2's complement? 2's complement of 1 4 zeros. 1 4 zeros. എന്തായിരിക്കും? റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യും. സെയിം ആയിരിക്കും അല്ലേ? റൈറ്റ്, വെരി ഗുഡ്. 1 കാണുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും അല്ലേ? റൈറ്റ്. സോ 2's complement of 10000 will be 10000 itself. Okay ആണോ? റൈറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് 1's complement, 2's complement. റൈറ്റ്. ഇൻ ജനറലി r - 1's complement, r's complement. ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു ടോപ്പിക്ക് മാത്രമേ നമ്പർ സിസ്റ്റത്തിൽ ബാക്കിയുള്ളൂ. ഓക്കെ, അത് റെപ്രസെൻറ്റേഷൻ ഓഫ് എ നമ്പർ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അതുകൂടെ നമുക്ക് കവർ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യട്ടെ. റെപ്രസെൻറ്റേഷൻ ഓഫ് എ നമ്പർ. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്യട്ടെ. റൈറ്റ്. Representation of a number. Right, thank you. Representation of a number. Important ആണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, റെപ്രസെൻറ്റേഷൻ ഓഫ് എ നമ്പർ. നമ്മൾ പറഞ്ഞു നേരത്തെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് സൈൻഡ് മാഗ്നിറ്റ്യൂഡ്, വേറൊരെണ്ണം 1's complement representation. The third one is 2's complement representation. ഓക്കെ, അത് നമുക്കൊരു ടേബിൾ വഴി ഈസി ആയിട്ട് അത് നമുക്ക് കൺവേ ചെയ്യാവുന്നതുള്ളൂ. റൈറ്റ്. Let us take a 3-bit example. 3-bit 8 combinations ഉണ്ടാവും. ഓക്കെ, 1 0 1 0 0 1 1 1 0 1 0 1 1 1 0 and a 1 1. Okay, 3-digit എക്സാമ്പിൾ ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. എത്ര ഡിജിറ്റ് വേണമെങ്കിൽ ആവാം. ലെറ്റ് us take a simple one, 3-digit case. ഓക്കെ ആണോ? റൈറ്റ്. ഇത്
ഒരു കമ്പ്യൂട്ടറിൽ ഒരാൾ ഈ 8 പാറ്റേണും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഏത് മെത്തേഡിലാണ് അയാൾ സോൾവ് ചെയ്തതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അയാൾ ഏത് മെത്തേഡിലാണ് അത് സോൾവ് ചെയ്തെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ വാല്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ എയിം ഈ 8 പാറ്റേണിൻ്റെയും ഡെസിമൽ വാല്യൂ പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, +1 ആണോ -1 ആണോ +2 ആണോ -2 ആണോ 0 ആണോ +3 ആണോ -4 ആണോ, ആ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. പക്ഷെ നമുക്ക് അയാളെ ഹെൽപ്പ് വേണം. എന്താണ്, അയാൾ പറയണം ഏത് സ്കീമാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ആവാം, അല്ലെങ്കിൽ 1's കോംപ്ലിമെന്റ് ആവാം, അല്ലെങ്കിൽ 2's കോംപ്ലിമെന്റ് ആവാം. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനോട് ചോദിച്ചു, പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞു. സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓർ സിംപ്ലി SM. ദിസ് ഈസ് മൈ പാറ്റേൺ, ബിഗ് പാറ്റേൺ. അയാൾ പറഞ്ഞു സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഇതിന്റെ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യാൻ. സൈൻ്റെ മാഗ്നിറ്റ്യൂഡില് ഒരു ബിറ്റ് 1 ബിറ്റ് ഡെഡിക്കേറ്റഡ് ഫോർ സൈൻ, ശ്രദ്ധിച്ചിരിക്കണേ, സൈൻ ബിറ്റ്. അത് MSB ബിറ്റ് ആണ്. MSB ബിറ്റ് 0 ആണെങ്കിൽ നമ്പർ ഈസ് പോസിറ്റീവ്. MSB ബിറ്റ് 0 ആണെങ്കിൽ നമ്പർ ഈസ് പോസിറ്റീവ്. MSB ബിറ്റ് 1 ആണെങ്കിൽ നമ്പർ ഈസ് നെഗറ്റീവ്. ഓക്കെ, സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് അയാൾ പറഞ്ഞു. അയാൾ ഉപയോഗിച്ചിരിക്കുന്ന സ്കീം 8 പാറ്റേൺ നമുക്ക് അവൈലബിൾ ആണ്. വി ആർ ട്രൈങ് ടു ഐഡന്റിഫൈ the value of that number along with its sign. ഓക്കെ, അപ്പൊ ഒരു ബിറ്റ് സൈനിന് പോയി, ബാക്കി 2 ബിറ്റാണ് എന്തുണ്ടാവുക, നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ്. 1 0 1 1, then again 0 0 0 1 1 0 1 1. ഓക്കെ ആണോ? അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 0 0ന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 0 തന്നെയാണ് അല്ലേ? സോ ദ നമ്പർ ഈസ് പോസിറ്റീവ് 0. 0 1ന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 0 + 1 അല്ലെ? മാഗ്നിറ്റ്യൂഡ് 1 ആണ്, നമ്പർ ഈസ് പോസിറ്റീവ്. ഇതെന്താണ്? 2 ആണ് നമ്പർ ഈസ് പോസിറ്റീവ്. ഇത് 3 ആണ്, ആൻഡ് ദ നമ്പർ ഈസ് പോസിറ്റീവ്. Again, same patterns ആണ് with different sign. So number is negative, -1, -2, -3. ഓക്കെ ആണോ? സൈൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ഒരു ബിറ്റ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ഫോർ സൈൻ. Remaining n- digits will decide its magnitude. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് കോപ്പി ചെയ്തോ നിങ്ങൾ? ഓക്കെ ആണോ? കോപ്പി ചെയ്തോ? എന്താ ഇഷ്യൂസ് ഉണ്ടോ? Sir, can you please repeat it? Okay. So first column is our bit pattern. Okay, 000 to 111. We are trying to identify the sign as well as the magnitude. But first ഞാൻ MSB ഒബ്സർവ് ചെയ്യും. MSB 0 ആണെങ്കിൽ നമ്പർ പോസിറ്റീവ്, MSB 0 നമ്പർ പോസിറ്റീവ്, MSB 0 നമ്പർ പോസിറ്റീവ്. And if my MSB is at 1, logic 1, that implies the number will be negative. So I am putting the sign negative. And the magnitude of that number will be decided by magnitude കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കി 2 ഡിജിറ്റ് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. സോ ആ 2 ഡിജിറ്റ് അതുപോലെ ഞാൻ എഴുതുന്നു. 00 01 10 and 11. നേരെ തിരിച്ച് ലാസ്റ്റ് 4 കോമ്പിനേഷൻസിൽ ഒറ്റ മാറ്റമുള്ളൂ. പാറ്റേൺ 00 01 10 11 തന്നെയാണ്. അതുകൊണ്ട് പാറ്റേൺ അതുപോലെ എഴുതുന്നു. 00 01 10 11. ഒറ്റ വ്യത്യാസമുള്ള എന്താണ്? MSB എന്താണ്? 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് ദ നമ്പർ ഈസ് നെഗറ്റീവ്. സോ ഐ എം ടേക്കിംഗ് ദ നെഗറ്റീവ് സൈൻ. സോ ഇത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ബ്രാക്കറ്റിനകത്ത് സൈന് പുറത്തുണ്ട്. റൈറ്റ്? സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെസിമൽ ഈക്വലന്റ് ആണ്. വാട്ട് ഇസ് ദ ഡെസിമൽ ഈക്വലന്റ് ഓഫ് 00 ബൈനറി? 00 ബൈനറി ഡെസിമൽ ഈക്വലന്റ് 0 ഡെസിമൽ ആണ് അല്ലെ?
01-ന്റെ ഡെസിമൽ ഈക്വലന്റ് 1 ഡെസിമൽ ആണ്. 10-യുടെ ഡെസിമൽ ഈക്വലന്റ് 2 ഡെസിമൽ ആണ്. 11-ന്റെ ഡെസിമൽ ഈക്വലന്റ് 3 ഡെസിമൽ ആണ്. 11 base 2. 11 base 2 implies 1 into 2 power 1 plus another 1 into 2 power 0 അല്ലേ. So 1 into 2 power 1 is 2 plus 1 into 2 power 0 is 1. So 2 plus 1 is 3 decimal. അപ്പോൾ അതിന് ഡെസിമൽ ഈക്വലന്റ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നു. 11 കറസ്പോണ്ടിങ് ടു 3, 10 കറസ്പോണ്ടിങ് ടു 2, 101 കറസ്പോണ്ടിങ് ടു 1, 00 കറസ്പോണ്ടിങ് ടു 0 വിത്ത് ഡിഫറെന്റ് സൈൻ. 4 plus 4. 4 സെറ്റിന് നെഗറ്റീവും അനദർ 4 സെറ്റിന് പോസിറ്റീവും. ക്ലിയർ ആണോ? റൈറ്റ്. അപ്പൊ അയാൾ സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ 3 ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ആണെങ്കിൽ ഏത് നമ്പർ മുതൽ ഏത് നമ്പർ വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? -3 to +3 വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. 3 ബിറ്റ് ആണെങ്കിൽ കേട്ടോ. ഇഫ് n equal to 3. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ഐഡന്റിഫൈ ശേഷം പുള്ളിക്കാരൻ നമ്മളോട് പറഞ്ഞു, സോറി, ആക്ച്വലി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നില്ല, സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരുന്നില്ല. എന്താണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്? ഞാൻ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് എന്ത് മെത്തേഡാണ്? വൺസ് കോംപ്ലിമെന്റ് മെത്തേഡാണ്. വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പുള്ളിക്കാരൻ ബിറ്റ് പാറ്റേൺ നമ്പേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ബിറ്റ് പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുമ്പം അയാൾ വൺസ് കോംപ്ലിമെന്റ് ഫോർമാറ്റിലാണ് ആ ബിറ്റ് പാറ്റേൺ കീപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അയാളെ മനസ്സിലുള്ള നമ്പേഴ്സും ഒക്കെ വൺസ് കോംപ്ലിമെന്റ് ബേസിലാണെങ്കിൽ ഓഫ് കോഴ്സ് ഇതിന്റെ വാല്യൂസും ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ വൺസ് കോംപ്ലിമെന്റ് ആണെങ്കിൽ, വൺസ് കോംപ്ലിമെന്റ് സ്കീമിലാണ് അയാൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിന്റെ വാല്യൂസ് എന്തായിരിക്കും എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ അതിലും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. MSB ഒബ്സർവ് ചെയ്യും. 0 ആണെങ്കിൽ നമ്പർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. MSB 0 ആയിട്ട് 4 പാറ്റേൺസ് ഉണ്ട്, കറസ്പോണ്ടിങ് ടു 4 ഡിഫറെന്റ് നമ്പേഴ്സ്. അതിന്റെ സൈൻ ഒക്കെ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. സിമിലർലി 1 ആണെങ്കിൽ നമ്പർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണോ? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? റൈറ്റ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണെങ്കിൽ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം പാറ്റേൺ 3 ബിറ്റും അതേപോലെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഓർ MSB 0 ആണെങ്കിൽ ആ 3 ബിറ്റും അതേപോലെ എടുത്തിട്ട് അതിന്റെ ഡെസിമൽ ഈക്വലന്റ് കണ്ടെത്തിയിട്ട് നമ്മൾ അതിന്റെ വാല്യൂ അറൈവ് ചെയ്യും വിത്ത് എ പോസിറ്റീവ് സൈൻ. ഓക്കെ ആണല്ലോ? സംശയമില്ലല്ലോ? റൈറ്റ്. അപ്പോൾ ഏതൊക്കെയായിരിക്കും വാല്യൂ വരിക? ആദ്യത്തെ 4 കേസുകളിൽ ഇത് പോസിറ്റീവ് 0, പോസിറ്റീവ് 1, പോസിറ്റീവ് 2 ആൻഡ് എ പോസിറ്റീവ് 3. ഓക്കെ ആണല്ലോ? കറക്റ്റ് ആണല്ലോ? റൈറ്റ്. ഇനി നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ ഓർ MSB 1 ആണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. MSB 1 ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് ഏതാണോ പാറ്റേൺ, ആ പാറ്റേണിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് വേണം മാഗ്നിറ്റ്യൂഡ് അറൈവ് ചെയ്യാൻ. ഓക്കെ ആണോ? വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ആണെങ്കിൽ നെഗറ്റീവ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് അറൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏത് കോംപ്ലിമെന്റിലാണോ അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ഏത് സ്കീമാണോ ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ അത് സെക്കൻഡ് കോളത്തിൽ വൺസ് കോംപ്ലിമെന്റ് ആണ്. അപ്പം ബിറ്റ് പാറ്റേണിന്റെ വൺസ് കോംപ്ലിമെന്റ് 3 ബിറ്റിന്റെയും വൺസ് കോംപ്ലിമെന്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പാടുള്ളൂ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഏത് പാറ്റേൺ ആണോ ആ പാറ്റേൺ ഡയറക്റ്റ് എടുത്തിട്ട് നമുക്ക് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്യാം. നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് ആ 3 ബിറ്റ്സിന്റെയും റെസ്പെക്റ്റീവ് കോംപ്ലിമെന്റ് എടുക്കണം. ആ കോംപ്ലിമെന്റ് ഏതാണ് ഇവിടെ?
ones complement ആണ്. So what will be the ones complement of 100? നോക്കിയേ, ഫസ്റ്റ് നമ്പർ 100 അല്ലേ? ഏതാണ് അതിന്റെ വൺസ് കോംപ്ലിമെന്റ് ഒരു കുട്ടികളെ? 0 1 1. ഫ്ലിപ്പ് ചെയ്താൽ മാത്രം മതിയല്ലോ, ശരിയല്ലേ? 0 1 1. സെക്കൻഡ് കേസിൽ വീണ്ടും ഫ്ലിപ്പ് ചെയ്യുമ്പം 0 1 0. Correct. Then the second last one is bracket ones complement. 1 മാറി 0 വന്നു, 0 മാറി 1 വന്നു, 001. And the last one is 000, corresponding to ones complement of 111. And we are going to identify the magnitude, right? Magnitude 011 എന്ന magnitude എന്തായിരിക്കും? 3 ആണ്, with a sign negative, -3. Right? 010 implies magnitude is 2 with a negative sign, because the MSB bit is 1. So the number is negative. Then here it is -1. Here it is -0. -0. Clear or no? Again, similar to sign the magnitude, we are able to represent the numbers from -3 to +3 using ones complement method of representation. Yes, clear or no? Yes or no? Right. MSB 1 ആണെങ്കിൽ നമ്പർ നെഗറ്റീവ് ആണ്. നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പം റെസ്പെക്റ്റീവ് കോംപ്ലിമെന്റ് എടുക്കണം. ആ കോംപ്ലിമെന്റ് സ്റ്റോർ ചെയ്ത ആൾ പറയണം ഏത് സ്കീമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. അയാൾ പറഞ്ഞിരിക്കുന്നത് വൺസ് കോംപ്ലിമെന്റ് ആണെന്നാണ്. അപ്പം നെഗറ്റീവ് നമ്പർ ആകുമ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ബിറ്റ് പാറ്റേണിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് വേണം അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഐഡന്റിഫൈ ചെയ്യാൻ. സൈനിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. MSB 1 ആണെങ്കിൽ നെഗറ്റീവ്, MSB 0 ആണെങ്കിൽ പോസിറ്റീവ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ വീണ്ടും പുള്ളിക്കാരൻ പറഞ്ഞു, സോറി ഞാൻ 1s അല്ല, ഏതാണ് 2s ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. 2's complement മെത്തേഡ്. ഓക്കെ, അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. 2's complement എന്നാണ് പുള്ളി പറഞ്ഞു. വീണ്ടും നമ്മൾ 2's complement മെത്തേഡിലാണെങ്കിൽ എന്താണ് വാല്യൂ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MSB 0 ആണെങ്കിൽ നമ്പർ പോസിറ്റീവ്, മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല. 3 മെത്തേഡിലും MSB 0 ആണെങ്കിൽ നമ്പർ വിൽ ബി പോസിറ്റീവ്, MSB 1 ആണെങ്കിൽ നമ്പർ വിൽ ബി നെഗറ്റീവ്. ഓക്കെ ആണോ? നമ്പർ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, ആൻഡ് ടു ഐഡന്റിഫൈ ദ മാഗ്നിറ്റ്യൂഡ്, നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വി വിൽ ടേക്ക് ദ പാറ്റേൺ ആസ് ഇറ്റ് ഈസ്. ഒരു മാറ്റവും നമ്മൾ വരുത്തില്ല. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്യുമ്പം സെയിം ബിറ്റ് പാറ്റേൺ നമ്മൾ എടുക്കും. സെയിം ബിറ്റ് പാറ്റേൺ, സെയിം ബിറ്റ് പാറ്റേൺ, റൈറ്റ്? പോസിറ്റീവ് ആണെങ്കിൽ. നെഗറ്റീവ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ ഏത് കോംപ്ലിമെന്റ് എടുക്കണം? 2's complement എടുക്കണം. And what will be the 2's complement of 100? ഇവിടെ നമ്പർ 100 ആണ്. എന്താ നമ്മൾ പറഞ്ഞ ടെക്നിക്ക്? റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. 1 കാണുന്നവരെ റിപ്പീറ്റ് ചെയ്യും അല്ലെ? 0 കണ്ടു, വീണ്ടും ഒരു 0 കണ്ടു, 1 കണ്ടു, അത് നമ്മൾ അതുവരെ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ ആണോ? റൈറ്റ്. 101ന്റെ 2sോ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഫസ്റ്റ് 1 തന്നെ കണ്ടു, അത് റിപ്പീറ്റ് ചെയ്തു. അതിനുശേഷം എല്ലാ ബിറ്റ്സും എന്ത് ചെയ്യണം? കോംപ്ലിമെന്റ് ചെയ്യണം. So 0 1 1. Okay, the second last combination is 110. We will travel from right extreme towards left. 0 first 1 കണ്ടു, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ, then second one നമ്മളത് കോംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. And the last one is we are traveling from right to left. Sorry, right to left. First 1 നമ്മൾ കണ്ടു, ബാക്കി ബിറ്റ്സ് ഒക്കെ 1 തന്നെയാണ്, 2 1ഉം കൂടി ഉണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് us ഐഡന്റിഫൈ ദ വാല്യൂസ്. വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, നിങ്ങൾ ദിസ് ഈസ് എ പോസിറ്റീവ്. Magnitude of 000 is 0 decimal. Positive magnitude of 001 is 1 decimal.
Positive magnitude of 0, 1, 0 is 2 decimal. Positive magnitude of 0, 1, 0 is 3 decimal. Number is negative. Negative. And the magnitude of 100 is how much? It's 4. Minus 4. Minus the magnitude of 100 is 4. Then minus the magnitude of 011 is 3. Minus 3. This is minus 2. This is minus 1. Okay, ano? Clear, ano? Right? So using 2's complement representation, we could represent the numbers from range ഏതാണ്? -4 to +3. So compared to 1s and signed magnitude, negative side നമുക്ക് ഒരു റേഞ്ചും കൂടെ കൂടുതൽ കിട്ടി. -4. ബാക്കി രണ്ടിലും -3 onwards ആയിരുന്നു. Here we can start from -4 onwards up to +3. അത് മൂന്ന് കേസിലും സെയിം തന്നെയാണ്. യൂസിങ് 3 digits ആണ് പറയുന്നത് കേട്ടോ. And the speciality of 2's complement representation is it has only 1 0. Whereas your signed magnitude and 1's complement schemes will have 2 zeros, positive 0 and a negative 0. Whereas in your 2's complement representation, we will have only 1 0, that is a positive 0. Instead of -0, we'll have another range that is equal to -4. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒരു മാർക്ക് എന്തായാലും എക്സാമിനേഷന് ഈ 3 സ്കീം ഒന്ന് ഉണ്ടാവും. അത് നമ്പർ ഓഫ് ബിറ്റ്സ് 3 ആയിക്കോളം നിർബന്ധമില്ല. 4 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം. ഓക്കെ, ക്ലിയർ ആണോ? 3-bit example, 8 combination and how to identify the actual values of the represented number using 3-digit. If it is in signed magnitude representation, 1's complement representation and 2's complement representation. ഏത് സ്കീമിലാണെന്നുള്ളത് ആദ്യമേ നമ്മളോട് പറയണം. അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ആക്ച്വൽ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഓക്കെ ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. റൈറ്റ്, നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, വീട്ടിലിരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾ ഭയങ്കര തിരക്കായിരിക്കും. റൈറ്റ്, അപ്പൊ ക്ലാസ് തന്നെ പഠിച്ചിട്ട് പോകാവുന്നുള്ളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്യും, എന്നിട്ട് നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോകും. ഓക്കെ ആണോ? കുറച്ച് പേര് മാത്രം റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ക്ലിയർ ആണോ? Done? Okay. Right. So -3 to +3 signed magnitude range, -3 to +3 1's complement range, -4 to +3 2's complement range. Okay. So 3-bit ഉപയോഗിച്ച് കഴിഞ്ഞാൽ, if you are using 3 bits, signed magnitude ആണെങ്കിൽ -3 to +3, 1's complement ആണെങ്കിൽ again -3 to +3, 2's complement ആണെങ്കിൽ -4 to +3. So in general, we are using n equal to 3 here in this particular example. അപ്പം n equal to 3 ആണെങ്കിൽ ജനറലൈസ് ചെയ്യുമ്പം സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ -2 പവർ നമ്പർ ഓഫ് ഡിജിറ്റ്സ് -1 to positive 2 power n -1. സെയിം റേഞ്ച് തന്നെയാണ് 1's complement representation ഉള്ളത് n-1 to positive 2 power n-1. Whereas in your 2's complement representation, the range will be -2 power n-1 to positive 2 power n-1. Okay. n equal to 3 ആണെങ്കിൽ കറക്റ്റ് ആണ്. minus of 2 power 3 - 1 is 2
minus 1. So that is 2 square is 4. 4 minus 1 is 3. So this is actually minus 3 to positive 3. Similarly, this is also minus 3 to positive 3. ഈ കേസിൽ മൈനസ് ടു പവർ എൻ മൈനസ് വൺ ആണ് നെഗറ്റീവ് റേഞ്ച് എക്സ്ട്രീം. സോ മൈനസ് ഓഫ് എൻ 3 ആണെങ്കിൽ 2 പവർ 2 to positive 2 power 2 minus 1. So this will be minus 4 2 plus 4 minus 1 is 3. ഓക്കെ, അപ്പം ജനറൽ ആയിട്ടുള്ള റേഞ്ച് നിങ്ങൾ ഓർത്തിരിക്കണം. 1s-നും സാൻഡും മാഗ്നിറ്റ്യൂഡും സെയിം റേഞ്ചാണ്. ബട്ട് യുവർ 2s റെപ്രസെൻറ്റേഷൻ്റെ റേഞ്ച് ഡിഫറെൻ്റ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? Then we'll get into the problems. Okay, clear? Right? Okay. So another 10 more minutes, we'll have 5 problems, then we'll wind up. Okay, copy ചെയ്തല്ലോ നിങ്ങൾ ഈ സ്ലൈഡ്? Did you copy this? വെയിറ്റ് ചെയ്യണോ? കോപ്പിഡ്? കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ C ടൈപ്പ് ചെയ്യാം. വെയിറ്റ് ചെയ്യണമെങ്കിൽ W ടൈപ്പ് ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞോ? Done? Okay. Right. Okay. So question number 11. Question number 11. Given 0 1 0 1 1 0 represented using one's complement format. Identify the number. ഒരു നമ്പർ വൺസ് കോംപ്ലിമെന്റ് ഫോമാറ്റിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആ പാറ്റേൺ തന്നിട്ടുണ്ട് 0 1 0 1 1 0. ഐഡന്റിഫൈ ദ നമ്പർ. 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസ് ഞാൻ ഇവിടെ എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 4 ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ടാവും. MSP എന്താണ്? 0 ആണ്. 0 1 0 1 1 0 ആണ്. സോ വൺസ് കോംപ്ലിമെന്റ് ആണ്. MSP 0 ആയതുകൊണ്ട് ഏത് സ്കീമാണെങ്കിലും നമ്പർ പോസിറ്റീവ് ആയിരിക്കും. വൺസ് കോംപ്ലിമെന്റ് ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പം നമ്മൾ ഏത് കോംപ്ലിമെന്റ് എടുക്കണം? വൺസ് കോംപ്ലിമെന്റ് എടുക്കണം. മൊത്തം പാറ്റേണിന്റെ എൻ്റെ ആവശ്യമുണ്ടോ? നമ്പർ പോസിറ്റീവ് ആണ്, എൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കോംപ്ലിമെന്റ് എടുത്തിട്ടുണ്ടോ? ഇല്ല. പാറ്റേൺ അതുപോലെ എടുക്കുക ചെയ്തല്ലേ. നോക്കിയാൽ നിങ്ങൾ 0 0 0 0 1 0 1 0 0 1 1. സോ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ബാക്കി n-1 ഡിജിറ്റ്സും അതുപോലെ എടുക്കും. 1s ആണെങ്കിൽ ദ എൻറ്റയർ ഡിജിറ്റ് അതുപോലെ എടുക്കും. 2s ആണെങ്കിൽ ദ എൻറ്റയർ ഡിജിറ്റ് അതുപോലെ എടുക്കും. ഇഫ് ദ നമ്പർ ഈസ് പോസിറ്റീവ് ഓർ ദ MSB bit is logic 0. ഓക്കെ ആണോ? റൈറ്റ്. പ്ലസ് 22 51 ഡിഫറെന്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. വെരി ഗുഡ്. സോ നമ്പർ ഈസ് പോസിറ്റീവ്, then you should take the pattern as such. We need not take the ones complement. So 0 1 0 1 1 0. Right. ബൈനറി നമ്പർ ആണെങ്കിൽ ഇതെന്താണ്? 2 പവർ 0 ആണ്. ഇത് 2 പവർ 1 ആണ്. ഇത് 2 പവർ 2 ആണ്. ഇത് 2 പവർ 3 ആണ്. ഇത് 2 പവർ 4 ആണ്. ഇത് 2 പവർ 5 ആണ് അല്ലേ? ഇപ്പൊ 2 പവർ 5 ഉണ്ടാവോ? ഇല്ല, 0 ആണ് അല്ലേ? അതുകൊണ്ട് 2 പവർ 5 ഉണ്ടാവില്ല. സോ 0 പ്ലസ് 2 പവർ 4 ഉണ്ടാവും അല്ലേ? 1 ആണ്. സോ 2 പവർ 4 ഉണ്ടാവും. പ്ലസ് 0 ആണ്. പ്ലസ് 2 പവർ 2 ഉണ്ടാവും. പ്ലസ് 2 പവർ 1 ഉണ്ടാവും. പ്ലസ് 2 പവർ 0 ഉണ്ടാവില്ല. 2 പവർ 4 16 ആണ് നിങ്ങൾക്കറിയാം. പ്ലസ് 0 പ്ലസ് 4 2 പവർ 2 4 ആണെന്നറിയാം. 2 പവർ 1 2 ആണെന്നറിയാം. സോ ഡെസിമൽ ഈക്വലന്റ് വിൽ ബി 16 പ്ലസ് 4 20 പ്ലസ് 2 22 decimal. So this is positive 22.
ടു ഡെസിമൽ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? റൈറ്റ്. റൈറ്റ്. ഇത് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആണ് സ്കീമെങ്കിലും എന്തായിരിക്കും വാല്യൂ വരിക? സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പം ഇത്രയും ബിറ്റ്സ് മാത്രമേ എടുക്കുള്ളൂ. ബട്ട് ഇത് 0 ആയിരുന്നു. അപ്പം വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? സെയിം പോസിറ്റീവ് 22 തന്നെ ആയിരിക്കും. ഓക്കെ. ഇത് ടൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ ആണെങ്കിലോ നമ്പർ പോസിറ്റീവ് ആണ്. വാല്യൂ എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതേ പാറ്റേൺ അതേപോലെ എടുക്കുക ചെയ്തത് അല്ലേ? അപ്പൊ സെയിം വാല്യൂ തന്നെ ആയിരിക്കും. എന്തായിരിക്കും? പോസിറ്റീവ് 22. ഓക്കെ ആണോ? ക്ലിയർ ആണോ? റൈറ്റ്. സെയിം വാല്യൂ തന്നെ ആയിരിക്കും. റൈറ്റ്. ലെറ്റ് us take another example. കോപ്പി ചെയ്തോ നിങ്ങൾ? Done? Right. Question number 12. Given 1 0 1 1 0 0 1 0 1 1 0 0 represented in or represented using 2's complement format. Identify the number. Number is given and that uses 2's complement representation. Identify the number. What will be the number? Number will be negative. And it is in 2's complement format. നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ട്വൽസ് എടുക്കണം അല്ലെ? ഏത് ഫോമാറ്റിലാണോ റെപ്രസെന്റ് ചെയ്തത് ആ കോംപ്ലിമെന്റ് എടുക്കണം. സോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ മൂവ് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും അപ് ടു until I am observing a 1, then I will complement the digits base 2. So this is 2 power 0, 2 power 0, 2 power 1, 2 power 2, 2 power 3, 2 power 4. അപ്പോൾ 2 power 4 ഉണ്ടാവും, 2 power 2 ഉണ്ടാവും. So 16 plus 4, 20. So this is minus 20 decimal. Very good. If it is a signed magnitude representation, what will be your answer? Signed magnitude number will be negative and the value will be from the remaining n minus 1 digit. One dedicated to sign on. Right? So this will be negative 0, 1, 2, 3. So 2 power 3 in down plus 2 power 2 in down. So that will be minus 8 plus 4 minus 12 decimal. Right, very good. Minus 12 decimal. ശ്രദ്ധിക്കുക, ഒരു ബിറ്റ് നമ്മൾ ഒഴിവാക്കി. ഇൻ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് n-1 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് അറൈവ് ചെയ്തത്. സോ ഇറ്റ്സ് എ -12. ഇത് വൺസ് കോംപ്ലിമെന്റ് ആയിരുന്നെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് എ വൺസ് കോംപ്ലിമെന്റ് സ്കീം, നമ്പർ വീണ്ടും നെഗറ്റീവ് ആണ്. ടു ഐഡന്റിഫൈ ദ മാഗ്നിറ്റ്യൂഡ് വി ഷുഡ് ടേക്ക് the ones complement of entire bits അല്ലേ? അതെങ്ങനെ എടുക്കുക? സീറോസ് 1 ആക്കാം, വൺസ് ഉണ്ടെങ്കിൽ അതിനെ സീറോസ് ആക്കാം. റൈറ്റ്? ബേസ് 2. സോ അതിൽ 2 power 0 ഉണ്ടാവും, 2 power 1 ഉണ്ടാവും, 2 power 2 ഉണ്ടാവില്ല, 3 ഉണ്ടാവില്ല, 2 power 4 ഉണ്ടാവും. 2 power 4. So 2 power 4 is 16 plus 2 power 1 is 2 plus 2 power 0 is 1. 16 plus 2, 18 plus 1, that is minus 19 decimal. Minus 19 decimal. Okay, no? Minus 19 decimal. Okay, right.
minus 19 decimal. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കോപ്പി ചെയ്തോ നിങ്ങൾ ഈ സ്ലൈഡ്. 1s ആണെങ്കിൽ 1s കോംപ്ലിമെന്റ് എടുത്തിട്ട് വേണം വാല്യൂ വാലേറ്റ് ചെയ്യാൻ. 1s എടുക്കുമ്പോൾ എല്ലാ ബിറ്റിന്റെയും 1s എടുക്കണം. സൈൻ്റെ മാഗ്നിറ്റ്യൂഡിൽ മാത്രം മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പം സൈൻ ബിറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കി n-1 ഡിജിറ്റ്സ് എടുത്തിട്ടാണ് മാഗ്നിറ്റ്യൂഡ് കാണേണ്ടത്. ഓക്കെ ആണോ? റൈറ്റ്. So let us have another question. Question number 13. Given three numbers. Given three numbers represented in 2's complement format. 2's complement format. Identify their decimal equivalent. Identify their values or their decimal equivalent. Identify their values or identify their decimal equivalents. And three numbers are, first one A. First one is A. 100. Second one is 1100. Third one is 11100. Identify their decimal values. മൂന്ന് നമ്പർ ഉണ്ട്. മൂന്ന് നമ്പറിന്റെ MSB എന്താണ്? 1 ആണ്. സോ നമ്പേഴ്സ് വിൽ ബി നെഗറ്റീവ്. നമുക്കറിയാം. Three different numbers A, B, C. A -4 ആണോ? P എന്താ വരാ? All are -4. Okay, right. Very good. What about others? 2s ആണ്. നമ്പർ നെഗറ്റീവ് ആണ്. പാറ്റേണിന്റെ 2s എടുക്കണം. ഓക്കെ, റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. 1 കാണുന്നവരെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ നെഗറ്റീവ് റൈറ്റ് ടു ലെഫ്റ്റ്. 1 കാണുന്നവരെ റിപ്പീറ്റ് ചെയ്യും. 0 0 1. അതിനുശേഷം കോംപ്ലിമെന്റ് ചെയ്യും. നമ്പർ നെഗറ്റീവ് ആണ്. 2s എടുക്കണം. മാഗ്നിറ്റ്യൂഡ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ടുവേർഡ്സ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. 0 0 ഫസ്റ്റ് 1 0 0 ഫസ്റ്റ് 1 ഒബ്സർവ് ചെയ്തു. അതിനുശേഷം വരുന്ന 1കൾ എന്ത് ചെയ്യണം? കോംപ്ലിമെന്റ് ചെയ്യണം. Right, so this will be -4 decimal. What about the second one? Is 4 തന്നെയല്ലേ? 0 ആണല്ലോ അല്ലേ? So -4 decimal. Third one is also -4 decimal. Okay, right, very good. ഇത് 1's complement ആണെങ്കിൽ എന്താ വാല്യൂ വരെ കുട്ടികളെ നോക്കിയാൽ നിങ്ങൾ? 1s ആണെങ്കിൽ again all three numbers are negative. All three numbers are negative. We should take 1's complement of the pattern. They are 110, 110, 1100, 11000. So this is -3, -3 and a -3 decimal. Okay, ശരിയല്ലേ? 1s ആണെങ്കിൽ കറക്റ്റ് അല്ലേ? -3 അല്ലേ വരിക? ഓക്കെ ആണോ? മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. കറക്റ്റ് അല്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളെ ഒബ്സർവേഷൻ എന്താണ് കുട്ടികളെ? വാട്ട് ഇസ് യുവർ ഒബ്സർവേഷൻ?
നമ്മൾ 100 ആയിരുന്നു. ഈ സൈൻ ബിറ്റ് നമ്മൾ ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെ. ഈ 1 ഒന്നും കൂടെ കൊടുത്തു എക്സ്റ്റെൻഡ് ചെയ്തു, വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ സൈൻ ബിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറിന്റെ വാല്യൂല് വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലെ. ഓർ നമ്മളിവിടെ 1 2 3 4 5 6 7 8 9 10 എത്ര 1 വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 100 ആണെങ്കിൽ ഇത് എന്ത് തന്നെയായിരിക്കും വാല്യൂ? -4 ഡെസിമൽ തന്നെയായിരിക്കും. So extending the sign bit will not change the value of the number, right? ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ വാല്യൂസ് എന്തൊക്കെയായിരിക്കും കുട്ടികളെ? സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ആയിരുന്നെങ്കിൽ ഈ 3 പാറ്റേണും സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആയിരുന്നെങ്കിൽ എന്തായിരിക്കും വാല്യൂസ് വരാ? സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ -0 വരും അല്ലെ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വണ്ണോ അതും -4 വരും അല്ലെ. തേർഡ് വണ്ണോ എന്താ വരിക? ഇത് 2 power 0 2 power 1 2 power 2 ആണ് ഇത് അല്ലെ. ഇത് 2 power 3 ആണ്. സോ 8 + 4 -12 ഡെസിമൽ വരും. ശരിയല്ലേ? അപ്പൊ സൈൻ ബിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സൈൻ്റെ മാഗ്നിറ്റ്യൂഡിലെ വാല്യൂസ് മാറുന്നുണ്ട്, 1s-ലും 2s-ലും വാല്യൂസ് മാറുന്നില്ല. ആ കാര്യങ്ങളോട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ ആണോ? റൈറ്റ്. അത്രയും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. റെപ്രസെന്റേഷൻ പറഞ്ഞു, ബേസ് ആർ അഡീഷൻ പറഞ്ഞു, കൺവേർഷൻ ബിറ്റ്വീൻ ബേസസ് പറഞ്ഞു, പിന്നെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നുമില്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Thank you all. Thank you for listening to the class. Thank you for your patience. We'll meet next time. Bye bye. സംശയങ്ങൾ വല്ലതുള്ളവർക്ക് ചോദിക്കുക കേട്ടോ, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. Any queries?